ഒരു ചേട്ടൻ വനത്തിന്റെ സൈഡിൽ ആടിനെ തീറ്റുക. അങ്ങനെ ആടിനെ തീറ്റുമ്പം ഒരു ആടിനെ കാണാതെ പോയി. ആടിനെ കാണാതെ പോയപ്പോൾ ചേട്ടൻ ഈ ആടിനെ തപ്പി തപ്പി നടന്നു, ഒരിടത്തും കണ്ടില്ല. അവസാനം ഒരു മരത്തിന് മുകളിൽ കയറിയിരുന്ന ആട് എവിടെയെങ്കിലും ഉണ്ടോ നോക്കി. ആ സമയത്താണ് ഒരു കാമുകനും കാമുകിയും പ്രേമം മൂത്ത് ഈ മരത്തിന്റെ മൂട്ടി വന്നു. കാമുകൻ കാമുകിയെ കെട്ടിപ്പിടിച്ച് അവിടെ കണ്ണി നോക്കിക്കൊണ്ട് പറയുകയാണ്, ഓമനെ, നിന്റെ ഈ കണ്ണുകളിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഞാൻ കാണുന്നു. ഉടനെ മരത്തിന്റെ മുകളിൽ ചേട്ടൻ, പൊന്നു മോനെ, അവിടെ എങ്ങാനും എൻ്റെ ആടിനെ കണ്ട നീ പറയാനായിട്ട് മറന്നേക്കരുത്. ദൈവം എല്ലാം കാണുന്നവനാണ്. 2, ദൈവം കേൾക്കുന്നവനാണ്. ജെറമിയ 33:3, നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് അല്ലെ കുറച്ച് കഴിഞ്ഞ് എപ്പോഴെങ്കിലും ദൈവം നമുക്ക് ഉത്തരം തരും. ചിലക്ക് ഉടനെ ഉത്തരം കിട്ടും, ചിലക്ക് കുറേ നാൾ കഴിഞ്ഞ് കിട്ടും, ചിലക്ക് ഉടനടി കിട്ടിയില്ലെന്നിരിക്കും, ചിലപ്പോൾ ഒരിക്കലും കിട്ടിയില്ലെന്നും നമുക്ക് തോന്നും. ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പലപ്പോഴും ഓർക്കുമായിരുന്നു, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ, ദൈവമായ കർത്താവേ, കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഏലിക്കുട്ടി ടീച്ചർ ചൂരവടിയും കൊണ്ട് വരുമ്പം കാല് തെറ്റി താഴെ വീണ് വെറുതെ ഉളുക്കി പോണേന്ന് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പൊരുതിനെ തല്ലിയിട്ടതല്ലാതെ ടീച്ചറിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും ദൈവം പ്രാർത്ഥന കേട്ടിട്ടില്ല. ഒരു ആൻറ്റി എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, അച്ഛാ, എല്ലാ 2ാം ശനിയാഴ്ചയും അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ വന്നിട്ട് ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ദൈവം കേട്ടില്ല. ഞാൻ ചെന്നാൽ പിന്നെ വരവ് നിർത്തിക്കൂടെ, എന്തിനാ പിന്നെയും വരുന്നത്? എൻ്റെ അച്ഛാ, പ്രാർത്ഥിച്ചതൊന്നും കേട്ടില്ലേലും പ്രാർത്ഥിക്കാത്ത ഒരുപാട് കാര്യം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോദിക്കുന്നതായിരിക്കില്ല, ദൈവം വേറെ ചിലപ്പം തന്നിരിക്കും, ചിലപ്പം കുറേ നാൾ കഴിഞ്ഞ് കിട്ടിയെന്നിരിക്കും. അതും ഒരു ദൈവികമായ പ്രത്യേകത. ദൈവം ചിലപ്പോൾ ഉടനടി തരും, ചിലപ്പം കുറേ നാൾ കഴിഞ്ഞ് ദൈവം തരും. അതുകൊണ്ടാണ് മോശ 20ാം വയസ്സിൽ നേതാവാകാൻ ആഗ്രഹിച്ചു. നേതാവാക്കിയപ്പോൾ വയസ്സ് 80. സക്കറിയ 20കളിൽ അപ്പനാകാൻ മോഹിച്ചു. അപ്പനാക്കിയതോ യോഹന്നാൻ മാഗ്ദാനയുടെ ബർത്ത്ഡേയും സക്കറിയയുടെ സപ്തതി ആഘോഷവും ഒരേ സമയത്തായിരുന്നു. അബ്രാഹം 20കളിൽ അപ്പനാകാൻ മോഹിച്ചതാ. പക്ഷെ അപ്പനായപ്പോഴോ വയസ്സ് 100. 100ാം വയസ്സിൽ ഒരു കുഞ്ഞില്ലല്ലോ കൊച്ചില്ലല്ലോ എന്നോർത്ത് അബ്രാഹം വരാന്തയെ കുത്തിയിരിക്കുമ്പം വീടിൻ്റെ പിന്നാമ്പുറത്തൊരു ശബ്ദം. നോക്കുമ്പം മിസ്സിസ് അബ്രാഹം സാറ കുത്തിയിരുന്ന് ഓക്കാനിക്കുന്നു. കിളിച്ചുണ്ട മാങ്ങ കടിച്ചു പറിക്കുന്നു, വാളം പൊളി ചവച്ച് ചുണയുന്നു. അബ്രാഹം തല തൂത്തു കൊടുത്തു, പുറം തടവി കൊടുത്തു, മുതുക് തലോടി കൊടുത്തു. 100ാം വയസ്സിലാണ്. ഇത് നമുക്ക് സംഭവിക്കും. നമ്മളൊരു പക്ഷേ പ്രാർത്ഥിക്കുന്നത് 2016 ഫെബ്രുവരി മാസം 20ാം തീയതി. പക്ഷേ മറുപടി കിട്ടാൻ പോകുന്നത് 2033 നവംബർ മാസം 7ാം തീയതി ആയിരിക്കും. ചിലപ്പോൾ നീണ്ട കാലം ഇരിക്കും. പ്രാർത്ഥിക്കണം, ദൈവം കേൾക്കും. ചിലപ്പം ചോദിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടും. ആലുവായിൽ ഒരു മഠത്തിൽ ഞാൻ ധ്യാനിപ്പിക്കുക. ഞായറാഴ്ച ധ്യാനം തുടങ്ങി, വെള്ളിയാഴ്ച രാവിലെ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്ന അവസരത്തിൽ മഠത്തിലെ മദർ പറഞ്ഞു, അച്ഛാ, ഒരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ മഠത്തിൻ്റെ മുറ്റത്ത് ഒരു ബന്ധന പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പോകണം. ഞാൻ ചോദിച്ചു, എന്നതാ ബന്ധിക്കേണ്ടത്? അച്ഛാ, മഠത്തിൻ്റെ മുറ്റത്ത് നീലമ്മാവിൽ മാങ്ങ ഉണ്ടാകുമ്പം മാങ്ങാണ്ടിയിലെല്ലാം വണ്ട്. അതുകൊണ്ട് മാങ്ങാണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടുകളെയും അച്ഛൻ മുൻകൂട്ടി ബന്ധിച്ചിട്ട് പോകണം. തിരുവസ്ത്രം ധരിക്കാൻ തന്നു, ബന്ധന പ്രാർത്ഥനയുടെ പുസ്തകം തന്നു, ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് പാത്രത്തിൽ തളിക്കാനുള്ള വിശുദ്ധ ജലവും തന്നു. ഞാൻ മാവിൻ്റെ മൂട്ടിൽ നിന്നു, മദറിനെ മൂട്ടി നിന്നു, മറ്റുള്ളൊരു വട്ടം നിന്നു. എല്ലാവരും നോക്കി നിൽക്കി ഞാൻ പ്രാർത്ഥിച്ചു. സസ്യങ്ങളെ നട്ടവനും വൃക്ഷങ്ങളെ മുളപ്പിച്ചവനുമായ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവേ, ഈ നീലമ്മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാടെ അണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സകലമാന വണ്ടുകളെയും ബന്ധിക്കണേ. ഒരു ഞെക്ക്, ഒരു പീച്ച്, ഒരു കമത്ത്. മഴവെള്ളത്തിൽ കുഴിഞ്ഞതുപോലെ വിശുദ്ധ ജലത്തിൽ മാവിങ്ങനെ നനഞ്ഞു നിന്നു. ഞാൻ ഭരണങ്ങാനത്തേക്ക് പോന്നു. 1 മാസം കഴിഞ്ഞു. മദർ സുപ്പീരിയറിൻ്റെ കത്ത്. പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, അച്ഛൻ്റെ ധ്യാനത്തിന് നോട്ട് വായിച്ച് ഞങ്ങൾ ഇന്നും സന്തോഷിക്കുന്നു. അച്ഛൻ്റെ ധ്യാനത്തേക്കാൾ ഞങ്ങളെ സ്പർശിച്ചത് അച്ഛൻ്റെ ബന്ധന പ്രാർത്ഥനയുടെ ശക്തിയാണ്. അച്ഛൻ വണ്ടിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു പോയതിൻ്റെ 10ാം ദിവസം ശക്തമായ ഒരു ത്രാമഴയും കാറ്റും വന്ന് മാവ് മൂടെ ഒടിഞ്ഞു പോയി. ഇനി അണ്ടിയില്ല, വണ്ടുമില്ല, ബന്ധിക്കാൻ വകുപ്പുകൾ ഒന്നുമില്ല. ചിലപ്പോൾ ഓർത്തനേക്കാൾ കൂടുതൽ നടന്നിരിക്കും. എങ്കിലും നിരാശപ്പെടരുത്, നമ്മൾ പ്രാർത്ഥിച്ചോണം. ഇപ്പൊ 1, ദൈവം കാണുന്നവനാണ്. 2, ദൈവം കേൾക്കുന്നവനാണ്. 3, ദൈവം അറിയുന്നവനാണ്. യോഹന്നാൻ 2:25.
മനുഷ്യന്റെ ഉള്ളിലുള്ളതെന്തെന്ന് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഒറ്റുകാരൻ യൂദാസിനെയും അവൻ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തി. യൂദാസ് കറിയോത്തായും അവൻ ഉൾപ്പെടുത്തി എന്നാണ് പറയുക. മനുഷ്യനെ ഉള്ളറിഞ്ഞോണ്ട്, ഒരു പച്ച മനുഷ്യനായ എൻ്റെ കുറവുകളും ബലഹീനതകളും അറിഞ്ഞുകൊണ്ടാണ് അച്ഛനായി ദൈവം എനിക്ക് പട്ടം തന്നത്. ഒരു ഭർത്താവിൻ്റെ കുറ്റങ്ങളും കുറവുകളും അറിഞ്ഞുകൊണ്ടാണ് അവനെ ഭർത്താവാക്കിയതും അവനെ അപ്പനാക്കിയതും. ഒരു സ്ത്രീയുടെ കുറവുകളും കുറ്റങ്ങളും അറിഞ്ഞുകൊണ്ടാണ് അവളെ ഭാര്യയാക്കിയതും അവളെ അമ്മയാക്കിയതും. ദൈവം അറിയുന്നവനാണ്, ദൈവം കാണുന്നവനാണ്, ദൈവം കേൾക്കുന്നവനാണ്, ദൈവം അറിയുന്നവനാണ്. മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഓർമ്മ ഈ ഭൂമിയിൽ ആരും അറിയില്ലെന്ന. കായേൻ ആബേലിനെ കൊന്നത് ആരും അറിയാതെയാ, ലോകമറിഞ്ഞു. സുകുമാരകുറുപ്പ് മാവേലിക്കരയിൽ ചാക്കോയെ അംബാസഡർകാരെ ചുട്ടുകൊന്നത് ആരും അറിയാതെയാ, ലോകമറിഞ്ഞു. വാഗമൺ മലമടക്കിൽ ഒരു ഹൈന്ദവ കുടുംബനാഥൻ തളർന്നുപോയ ഭാര്യയെ കൊക്കയിലെറിഞ്ഞു, ആരും അറിയാതെ. അവൻ തന്നെ ഏറ്റുപറഞ്ഞു. ഒരു രാഷ്ട്രീയക്കാര് മറ്റു രാഷ്ട്രീയക്കാരെ ഇടുക്കി ജില്ലയിൽ കൊന്നൊടുക്കിയത് ആരും അറിയാതെയാ. അവസാനം കൊന്നവൻ തന്നെ പറഞ്ഞു, ഒരുത്തിനെ വെട്ടിക്കൊന്നു, ഒരുത്തിനെ കുത്തിക്കൊന്നു, ഒരുത്തിനെ ചവിട്ടിക്കൊന്നു. എല്ലാ കള്ളത്തരങ്ങളും ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവം അറിയുന്നവനാണ്. ഒന്ന്, ദൈവം കാണുന്നവനാണ്. 2, ദൈവം കേൾക്കുന്നവനാണ്. 3, ദൈവം അറിയുന്നവനാണ്. 4, ദൈവം ഇറങ്ങി വരുന്നവനാണ്. ദൈവം ഇറങ്ങി വരുന്നവന്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഇരുട്ടത്ത് നടന്നപ്പോൾ ദീപസ്തംഭമായി അവൻ ഇറങ്ങി വന്നു. വെയിലത്ത് നടന്നപ്പോൾ മേഘസ്തംഭമായി ഇറങ്ങി വന്നു. സിംഹക്കുഴിയിൽ ഇറങ്ങി വന്നു. തീച്ചൂളയിൽ ഇറങ്ങി വന്നു. ഞായറാഴ്ച കുർബാനകളിൽ വൈദികന്റെ കരങ്ങളിലൂടെ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ദൈവം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും ഇറങ്ങി വരുന്നവനുമാണ്. അപ്പം ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അഭയശിലയായ ദൈവം അരുളി ചെയ്ത വാക്കാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. 366 പ്രാവശ്യം വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന വചനം. ഒരു വർഷത്തിലാകെ 365 ദിവസങ്ങൾ. 365 ദിവസങ്ങളിൽ ഓർമ്മിക്കുവാനായി 366 പ്രാവശ്യം ആവർത്തിക്കുന്ന വാക്കാണ് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആദ്യം പറയുന്നത് പുറപ്പാട് 14:14. പുറപ്പാട് പുസ്തകത്തിന്റെ 14-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ പറയുന്നു, ജനനേതാവായ മോശയോട്, മോശെ നീ ശാന്തമായിരിക്കുക, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. മത്തായി 28:20 അവസാനം പറയുന്നു, കുഞ്ഞുങ്ങളെ ഭയപ്പെടേണ്ട, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കൂടെയുണ്ട് എന്ന് പറയുന്നവൻ കൂടപ്പിറപ്പിനെ പോലെ കൂടെ നടന്നു, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം. ഈ ദൈവത്തിന് ഇന്ദ്രിയങ്ങളില്ല, നമുക്ക് ഇന്ദ്രിയമുണ്ട്. ദൈവത്തിന് രൂപമില്ല, നമുക്ക് രൂപമുണ്ട്. അതുകൊണ്ട് ഇന്ദ്രിയമില്ലാത്ത ദൈവം ഇന്ദ്രിയമുള്ള മനുഷ്യനെ, രൂപമില്ലാത്ത ദൈവം രൂപമുള്ള മനുഷ്യനെ ദൈവത്തിന് സ്നേഹം പഠിപ്പിക്കുവാൻ ഓരോരോ പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും അവസാനം തന്റെ ഏകജാതനെയും അയച്ചു. യോഹന്നാൻ 3:16. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമുക്ക് ഇന്ദ്രിയമില്ലല്ലോ, അതുകൊണ്ട് ചെറിയ ചെറിയ അടയാളങ്ങളിലൂടെ ദൈവസ്നേഹത്തിന് മുദ്ര കാണിച്ചു തരും. ലോകത്തിൽ കാണുന്ന എല്ലാ സ്നേഹത്തിലും ഒരു കബളിപ്പിക്കലുണ്ട്, വഞ്ചനയുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിന് കബളിപ്പിക്കലില്ല. ഒരു ഭർത്താവും ഭാര്യയും കൂടി പള്ളിയുടെ സെമിത്തേരിയുടെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ ആ ദിവസങ്ങളിൽ മരിച്ചുപോയ ഭർത്താവിന്റെ കല്ലറ മുകളിൽ കയറിയിരുന്ന് പത്രം കൊണ്ട് ആഞ്ഞാഞ്ഞ് വീശുന്നു. കെട്ടിയം പറയും, നോക്കടി, ശവക്കല്ലറയിൽ പോലും ഭർത്താവിന് ചൂടടിക്കാതിരിക്കാനുള്ള ഒരു ഭാര്യയുടെ കരുതൽ കണ്ടില്ലേ? അപ്പം അവള് പറഞ്ഞു, ജീവിച്ചപ്പോൾ അത്ര വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നു, ഇപ്പം എന്താണോ സ്നേഹം? നമുക്ക് നേരെ ചെന്ന് ചോദിക്കാം. അവരിന്ന് ചോദിച്ചു, എന്നാടി ആലീസെ പത്രം കൊണ്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്? അവള് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് 1 മാസം മുമ്പ് പറയടി, ഞാൻ മരിച്ച് അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പം നീ ഭൂമിയിൽ വിധവയായിട്ട് അലയുന്നത് കണ്ടാൽ എൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുകയില്ല. അതുകൊണ്ട് എൻ്റെ കല്ലറയുടെ സിമെന്റ് ഉണങ്ങി കഴിയുമ്പം അയൽപക്കത്തെ ബാബുവിനെ നീ കെട്ടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സിമെന്റ് ഉണങ്ങാനായിട്ട് വീശിക്കൊണ്ടിരിക്കുകയാണ്, ഉണങ്ങി കിട്ടിയിട്ട് വേണം ബാബുവിനെ കെട്ടാനായിട്ട്. നമ്മൾ കാണുന്ന എല്ലാ സ്നേഹത്തിലുമുണ്ട് ഒരു ചെറിയ കബളിപ്പിക്കൽ. മാറ്റമില്ലാത്ത മായമില്ലാത്തൊരു സ്നേഹം ദൈവത്തിന്റെ സ്നേഹം മാത്രം. അതുകൊണ്ട് പറയും, ഉറച്ച സ്നേഹം അപേക്ഷിച്ചില്ല. ഉറച്ച സ്നേഹം അവൻ അപേക്ഷിച്ചില്ല എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഒരച്ഛൻ ഇങ്ങനെ ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ മുദ്ര
നിങ്ങളിൽ ആർക്ക് കാണിക്കാം? ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ മുദ്ര നിങ്ങളിൽ ആർക്ക് കാണിക്കാം? അപ്പോൾ ഉടനെ ചേട്ടൻ 70-കാരൻ ചേട്ടൻ പറഞ്ഞു, ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ മുദ്ര ഞാൻ കാണുന്നത് തെങ്ങയിലാണ്. അതെന്താ? എൻ്റെ അച്ഛാ, ദൈവസ്നേഹത്തെ പോയത് തെങ്ങ് ഭൂമിയിലുള്ള വെള്ളം മുഴുവൻ ഭരിച്ച് തലമണ്ടേ കയറ്റുകയും അത് കള്ളായിട്ട് എനിക്ക് തരികയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹം. അച്ഛൻ ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, ദൈവം സൃഷ്ടിച്ചതിനെല്ലാം പൂർണ്ണതയുണ്ട്. ഞണ്ടിന് ഞണ്ടിന്റെ പൂർണ്ണത, വണ്ടിന് വണ്ടിന്റെ പൂർണ്ണത, പാറ്റയ്ക്ക് പാറ്റയുടെ പൂർണ്ണത, മൂട്ടയ്ക്ക് മൂട്ടയുടെ പൂർണ്ണത. പൂർണ്ണതയില്ലാത്ത എന്തെങ്കിലും ഒന്ന് കാണിക്കാവോ? ഉടനെ 70-കാരൻ ചേട്ടൻ 68-കാരി പെമ്പർനോത്തിയെ കൊണ്ട് മുമ്പോട്ട് നിർത്തി. കൂന് പിടിച്ച് റാവോലെ വളർന്നിരിക്കുന്ന ഒരു ആന്റി. എന്നാ പൂർണ്ണതയാ അച്ഛാ ഇതിനകത്തിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്. ഇത്രയും പൂർണ്ണതയിലൊരു കൂന് ആദ്യമായിട്ട് ഞാൻ കാണുവാണ്. ദൈവത്തിന്റെ കണ്ണോട് നോക്കിയാൽ നോക്കുന്നിടത്തെല്ലാം പൂർണ്ണത. ദൈവസ്നേഹത്തിന്റെ മുദ്ര ദൈവം ചുറ്റുപാടിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ലോകത്ത് കാണുന്ന ഓരോ സ്നേഹത്തെ ധ്യാനിച്ച് അഭയശിലയായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ എത്തിച്ചേരണം. ഉദാഹരണം, എന്നും തീറ്റ കൊടുക്കുന്ന ആളെ കാണുമ്പോൾ തത്ത, മാടത്ത, മൈന കൊച്ചുവർത്താനം പറയാൻ തുടങ്ങും. കോഴി, താറാവ് ഇരുത്തി കൊക്കാൻ തുടങ്ങും. എരുമ, മൂരി, പശു, മീനും കൊണ്ട് വരുന്ന മീൻകാരനെ കാണുമ്പോൾ വീട്ടിലെ പൂച്ചയുടെ വികാരപ്രകടനം കണ്ടിട്ടില്ലേ? താടിയിട്ട് തടവി, മീശയിട്ട് ഉരുമി, ടയറെ തിരുമി, കാലയിൽ മിനുങ്ങി. പൂച്ച എന്തൊരു സ്നേഹം കാണിക്കുക! എന്നും തീറ്റ കൊടുക്കുന്ന ആള് ഏത് ചവിട്ടിയാലും വീട്ടിലെ പട്ടിക്ക് ഒരു പ്രതിഷേധവും ഇല്ല. ചമ്മിയെ ചിരിയുമായി സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് തൊഴിച്ചവന് മുമ്പിലേക്ക് എഴുന്ന പോലെ വട്ടം ചുറ്റി കറങ്ങിയെത്തും ഒരു പട്ടിയുടെ സ്നേഹം. വീട്ടിൽ നിന്നും ഒരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തെ ആശ്രമത്തിൽ ഞാൻ വളർത്തി. 6-7 മാസം ആശ്രമത്തിലെ തീറ്റ തിന്നപ്പം പട്ടി മുഴുത്തു, ദേഹം മെഴുത്തു, കക്ഷിയാകെ കൊഴുത്തു. 1 വയസ്സായപ്പോൾ ഉഗ്രം പട്ടി ഊറ്റം കൊരയെന്ന് വെച്ചാൽ ചില്ലറ കൊരയല്ല, പെരുന്നാളിന് കതിനാവടി പൊട്ടുന്ന പോലെ നല്ല മുഴക്കമുള്ള ഇരുത്തമുള്ള കൊര. ടെസ്റ്റനായിരുന്നു, യാതൊരു വിവരവും ഇല്ല. ഞങ്ങൾ അച്ഛന്മാർ ധ്യാനപ്രസംഗം കഴിഞ്ഞ് രാത്രി 10-നും 11-നും കയറി വരുമ്പം ഈ പട്ടി ജീവൻ പോയ ഞങ്ങളെ ആശ്രമത്തിൽ കയറ്റിയല്ല, കുരച്ചുകൊണ്ട് കടിക്കാനായിട്ട് ഓടിക്കുക. പിന്നെ കമ്പേ, കല്ല്, കൊഴി തുടങ്ങിയ മാരക ആയുധമായിട്ട് നേരിട്ടാൽ കഷ്ടപ്പെട്ട് കടന്നുകൂടാ. അതേസമയം ഒരു പരിചയമില്ലാത്ത അപരിചിതർ ഏത് പാതിരാത്രിക്ക് വന്നാലും ഹൃദ്യമായ സ്വാഗതം. മലന്ന് കിടന്ന് കാലും കൈയും പൊക്കി പിടിച്ച് വാല് കാലടിക്ക് തിരികെ കയറ്റി വന്നയാളെ വരാന്ത കയറ്റാതെ പട്ടിക്ക് ശ്വാസം വീഴുകയില്ല. ഞാൻ പറഞ്ഞു, കില്ലപ്പട്ടി, പഞ്ഞപ്പട്ടി എന്നെ തല്ലിക്കൊന്നാലോ? അപ്പോൾ കൂടെയുള്ള വെള്ളിയച്ചൻ പറഞ്ഞു, പട്ടിയോടങ്ങനെ അരിശപ്പെടേണ്ട, മനുഷ്യനല്ലല്ലോ, പട്ടിയല്ലേ, കാത്തിരിക്കാം, മാനസാന്തരം ഉണ്ടായാലോ. അതിനിടവപ്പള്ളിയും കൂടാ. ഞായറാഴ്ചകളിൽ 100-500 പേര് വരും. ആൾക്കാർ വന്നിട്ട് പോകുമ്പം പെണ്ണുങ്ങളുടെ ദേഹത്ത് നിന്ന് എന്തെങ്കിലും കൊഴിഞ്ഞു പോയാൽ അത് മാത്രം ഈ പട്ടി പെറുക്കിയെടുക്കും. കൊച്ചു പെൺപിള്ളാരുടെ റിബണ്, സ്ലൈഡ്, സെറ്റിപ്പെന്നെ, കൊച്ചു തൂവാല, മുടുത്ത പെണ്ണുങ്ങൾ മുടിപ്പുറകിൽ മുറുക്കി കെട്ടുന്ന മുടുത്ത കൊടശീല പോലെ ഹെയർ ബാൻഡ്, ഇതെല്ലാം പെറുക്കിയെടുക്കും. തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ അച്ഛന്മാർ എഴുന്നേറ്റ് കാണുന്ന കാഴ്ച, സ്കൂൾ അസംബ്ലിക്ക് പിള്ളേരെ നിരത്തി നിർത്തിയ പോലെ പെണ്ണുങ്ങളുടെ പറഞ്ഞു പോയ സാധനങ്ങൾ മൊത്തം പട്ടി വരാതെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കില്ല പട്ടി, ഒന്നെ വെടിവെച്ച് കൊല്ലണം, അല്ലെ കരണ്ടടിച്ച് കൊല്ലിക്കണം. ഇപ്പോൾ കൂടെയുള്ള വെല്ലിച്ചൻ പറഞ്ഞു, അങ്ങനെ പട്ടിയോട് അരിശപ്പെടേണ്ട, നമ്മൾ കത്തോലിക്ക അച്ഛന്മാർക്ക് ഇതുകൂട്ട് ഐറ്റങ്ങൾ കാണാനും തൊടാനും കയ്യിലെടുക്കാനും ഭാഗ്യമില്ലാത്തതുകൊണ്ട് ദൈവം തന്ന പട്ടിയാന്നോർത്ത് നമുക്കിതിനെ ശരിക്കും തീറ്റ കൊടുത്ത് വളർത്തിക്കൊണ്ട് വരാം. അങ്ങനെ ഇരിക്കും ഒരു ദിവസം കൊട്ടിയത്ത് നേഴ്സുമാരുടെ ധ്യാനം. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ടാക്സിക്കാരിൽ കൊല്ലം കൊട്ടിയത്തിന് പോകുമ്പം പട്ടിയെ കാറെ കയറ്റി. കാറിന്റെ പിൻ സീറ്റിൽ പട്ടിയിരുന്നു. റൊട്ടി കഷ്ണം പട്ടിയെ മണപ്പിച്ചു. റൊട്ടി മണത്ത പട്ടി സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നു. ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞും പോത്തൻകോട് എന്നൊരു സ്ഥലം. സന്ധ്യ മയങ്ങിയ സമയം ഒരു കശാപ്പുകരുടെ വാതക ചെന്നപ്പം വണ്ടി നിർത്തി ഡോറ് തുറന്നു. എല്ലുംമുട്ടിയുടെ മണം പിടിച്ച പട്ടി ഇരുട്ടിലേക്ക് ചാട്ടം. ഡോറടച്ചു, ശല്യത്തെ ഒഴിവാക്കി രക്ഷപ്പെട്ടു. 1.5 മാസം കഴിഞ്ഞു പോത്തൻകോട് ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ. അതിൻ്റെ സമാപന പ്രസംഗത്തിന് എന്നെയാണ് വിളിച്ചിരുന്നത്. രാത്രി 7:30 സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ നാരങ്ങാന്നരി മുഴിഞ്ഞ് കുടിക്കുമ്പം എൻ്റെ രോഗയുടെ അറ്റത്ത് ശക്തമായ മുട്ടയെ ഒരു തട്ട്. ഞാൻ കുനിഞ്ഞു നോക്കുമ്പം 1.5 മാസം മുമ്പ് കുടിയിറക്കി വിട്ട കക്ഷി ഉണ്ടച്ചോറിന് കൂറു പ്രഖ്യാപിക്കാൻ വാലുകാട്ടി കാലിൽ നോക്കി വരുന്നു. ഒരു പട്ടിയുടെ സ്നേഹം. പുഴ കിടത്തിയാൽ പൂച്ച നീന്തിയെത്തും, നാട് കിടത്തിയാൽ പട്ടി ഓടിയെത്തും. ജീവജാലങ്ങളുടെ സ്നേഹം. ഗ്രേഡ് കൂടുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് മരിക്കും, ഭർത്താവിന് വേണ്ടി ഭാര്യ മരിക്കും, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ മരിക്കും. വീണ്ടും സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി സഭയുടെ മക്കൾ മരിക്കും. ഇതാണ് സ്നേഹം. അങ്ങനെയെങ്കിൽ സൃഷ്ടാവിന്റെ സ്നേഹം എത്ര വലുത്! ലോകത്ത് കാണുന്ന എല്ലാ സ്നേഹത്തിനും ഇത്രയും ആഴമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുത്! പാറ പോലുറച്ചു. ആ സ്നേഹത്തെ വിളിക്കും അഭയശില. അഭയശില. ആണി അടിച്ചാലും സ്നേഹിക്കും, കുരിശിച്ച് വെച്ചാലും സ്നേഹിക്കും,
മുഖത്ത് തുപ്പിയാലും സ്നേഹിക്കും, ചാട്ടയടിച്ചാലും സ്നേഹിക്കും. അതല്ലേ ദൈവത്തിന്റെ സ്നേഹം. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇപ്പൊ സ്നേഹത്തിന്റെ മുദ്ര ദൈവം നമുക്ക് തരുന്നു. പഴയ നിയമത്തിൽ ദൈവസ്നേഹത്തിന്റെ മുദ്രകൾ നമ്മളെ പഠിപ്പിച്ചവരായിരുന്നു ദൈവത്തിന്റെ ശക്തരായ പ്രവാചകന്മാർ. ഓരോ പ്രവാചകനും മനുഷ്യന് മനസ്സിലാകുന്ന ഒരു സ്നേഹത്തെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഈ സ്നേഹം ഇന്നല്ലെങ്കിൽ നാളെ അസ്തമിക്കും, മായാത്ത മറയാത്ത ഒരു സ്നേഹമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ സ്നേഹം. ഏറ്റവും കൂടുതലായിട്ട് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പഠിപ്പിച്ച പ്രവാചകനാണ് പ്രോഫറ്റ് ഹോസിയ. ഹോസിയ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ പുസ്തകം മുഴുവൻ ദൈവസ്നേഹത്തിന്റെ ചിന്തകളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം BC 589 മുതൽ 532 വരെ. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ഇറാഖിന്റെ അടിമത്തത്തിലാണ്. അന്ന് പറയും ഇറാഖിനെ ബാബിലോൺ. ഇസ്രായേൽ ബാബിലോണിയൻ അടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ ദൈവം സ്നേഹമാണെന്നും സ്വാതന്ത്ര്യം തരുമെന്നും പറഞ്ഞ് ഓടി നടന്ന് പ്രസംഗിച്ച പ്രവാചകനാ ഹോസിയ പ്രവാചകൻ. അദ്ദേഹം നോക്കിയപ്പോൾ സൂര്യന് കീഴിലെ ഏറ്റവും വലിയ സ്നേഹം ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹമാണ്. ഹോസിയ പറഞ്ഞു, സൂര്യന് കീഴിലെ ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹം. ആ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തന്റെ മക്കളെ മറക്കുകയില്ല. അന്ന് പ്രായപൂർത്തിയായവരിൽ 99% പേരും കല്യാണം കഴിഞ്ഞവരാ. അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ സ്നേഹം ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമായ ദാമ്പത്യ ബന്ധത്തെയും അതിജീവിക്കുന്നതാണ്. ദമ്പതികളുടെ ഭാഷ. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുക, ഏറ്റവും വലിയ സ്നേഹമേതാ? കെട്ടിയവൻ പറയും ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ, ഭാര്യ പറയും ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ. ബൈബിളിൽ ഒരു സ്നേഹത്തെക്കുറിച്ചേ പറയൂ, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. വിട്ടേച്ച് ഒറ്റ സ്നേഹമേ ഉള്ളൂ, ദാമ്പത്യ സ്നേഹം. ഞങ്ങളുടെ വീട്ടിൽ 2 മക്കളാ, ഞാനും ജ്യേഷ്ഠനും. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചയാൾ. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി മാതാപിതാക്കളെ വിട്ടു. ഞാൻ അവധിക്ക് ചെല്ലുമ്പോൾ രാത്രി 10:30 ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ കാൽക്കൽ കസേരയിട്ട് അമ്മ ഇരിക്കും. ഒരു മോനെ, ആമ്പിള്ളാർ പെണ്ണ് കെട്ടി കഴിയുമ്പം മനം മാറ്റം വരുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഇനി ആരും പറയണ്ട, മോന്റെ ചേട്ടന്റെ കാര്യം എടുത്താൽ മതി, എന്തൊരു മാറ്റം. കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച ഒരു അയല മേടിച്ചിട്ട് തലമുറി അവന്, നടുമുറി അവക്ക്, എനിക്കൊരു മെലിഞ്ഞ വാല്, ഇത്രയും മാറിപ്പോയല്ലോ. ഞാൻ ഉറങ്ങി, മോൻ ഉറങ്ങി, ഇപ്പം പൊക്കോളാം, ബാക്കി നാളെ പറയാമെന്ന് പറഞ്ഞു അമ്മ എഴുന്നേറ്റ് പോകും. പുരുഷൻ മാതാപിതാക്കളെ വിട്ടു. ഈ വിട്ടേച്ച് പോകുന്നതുകൊണ്ടാ ആണുങ്ങൾ കെട്ടുമ്പം വിറയ്ക്കുന്ന കാണാം, പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പോൾ വേർക്കുന്ന കാണാം. ഏത് പട്ടാളക്കാരനാണേലും തോക്ക് പിടിക്കുമ്പം വിറയ്ക്കാതെ കൈ, താലി പിടിക്കുമ്പം വിറയ്ക്കും. കാരണം പട്ടാളക്കാരന് പോലും അറിയാം 2ാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്ന 3ാം ലോകമഹായുദ്ധം അവന് ശക്തിക്കപ്പുറം. 6 വയസ്സുള്ള മോൻ അപ്പൻ്റെ കൂടെ വീടിൻ്റെ വരാന്തേക്കൂടെ പോകുമ്പോൾ ഭിത്തിയിൽ അപ്പൻ്റെയും അമ്മയുടെയും കല്യാണ ഫോട്ടോ, അപ്പൻ കല്യാണ ഫോട്ടോ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. മോൻ പറഞ്ഞു, പപ്പാ കല്യാണത്തിൻ്റെ അന്ന് പപ്പാടെ ചിരി എന്നാന്നല്ല ചിരിയായിരുന്നു. പപ്പാ പറഞ്ഞു, മോനെ അന്നിൻ്റെ അപ്പൻ്റെ ഒടുക്കത്തെ ചിരിയായിരുന്നു, പിന്നെ ഇന്ന് വരെ ചിരിച്ചിട്ടില്ല. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തായ ഒരു കണക്കധ്യാപകനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ്. ചൂരൽ വടി കുലുക്കി പറപ്പിച്ച പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാർ. ഞാൻ നോക്കുമ്പം ചൂരലിൻ്റെ നാരിൻ്റെ പകുതി കട്ടിയില്ലാത്ത ചീപ്പ് നൂലിൽ ഒരു കെട്ടുതാലി ഓർത്ത് ഇവിടെ പെടലിയെ കെട്ടുമ്പം ഇവൻ്റെ കൈ ഉറയ്ക്കുന്നില്ല. ചിത്തശലഭം തേൻ കുടിക്കാൻ വേണ്ടി പൂവിൻ്റെ മണ്ടയിൽ കൂടെ പറക്കുന്ന പോലെ കൈ തന്നെ പോകുന്നു. അവസാനം കഷ്ടപ്പെട്ട് കെട്ടി ഒപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടെ ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ ആശ്രമത്തിൽ വന്നു. ഞാൻ മുറിക്കകത്ത് കേക്ക്, ചെറിയ കേക്ക് ആശീർവദിച്ച് മുറിച്ച് 2 ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. തമ്മിൽ മുടുത്ത കഷ്ണം ഞാനും എടുത്തു. ബാക്കി അലമാരി വെച്ച് കൂട്ടി. ഇറങ്ങി പോകുമ്പം ഇവൻ്റെ തോളെ തടി ഞാൻ പറഞ്ഞു, പേടിത്തൊണ്ട കണക്കാധ്യാപക, എന്നാ വിറയാടാ വരച്ചത്. സ്വന്തമായിട്ടൊരു പെണ്ണിനെ കിട്ടുമ്പം കുറേ ധൈര്യമല്ലേ വരേണ്ടത്. അവൻ ചോദിച്ചു, ആഹാ അച്ഛ, അത് വിറയാണെന്നാണോ അച്ഛൻ ഓർത്ത്? ഞാൻ പിന്നെ വിറയല്ലാതെ വേറെ വല്ലതുമാണോ കൈ കിടങ്ങനെ തുള്ളുന്നത്? അവന് പൊന്നച്ചാ, വിറച്ചതല്ല, ഇത് സഭയിലെ ഗൗരവമുള്ള ഒരു കൂതാശയുടെ സ്വീകരണമല്ലേ, പിള്ളകളിയാണ് അച്ഛാ, വിറച്ചതല്ല. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. സൂര്യന് കീഴിലെ ഏറ്റവും വലിയ സ്നേഹം. അതുകൊണ്ടാണ് ലോകത്തിൽ ഓരോ സൃഷ്ടികർമ്മവും കഴിഞ്ഞ് ദൈവം പറഞ്ഞു, കൊള്ളാം, നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. പക്ഷെ അവസാനം ദൈവം പോലും പറഞ്ഞു, ഇത് നന്നല്ല. എന്താ നന്നല്ലാത്തത്? പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആണാണോ ഒരു പെണ്ണ് കൂട്ടു വേണം, പെണ്ണാണോ ഒരാണ് കൂട്ടു വേണം, ദൈവനിശ്ചയം. ഒരു ദൈവം പുരുഷനെ ഗാഠനിദ്രയിലാഴ്ത്തി. നിങ്ങളെല്ലാവരും ബൈബിള് വായിക്കുമ്പം തെളിച്ച് വായിച്ചോണം, ശ്രദ്ധിച്ച് വായിച്ചോണം.
ബൈബിളിൽ ചില വാക്കുകൾ ഒരിക്കലേ ഉള്ളൂ, പിന്നെ ഒരിക്കലും കാണുകയില്ല. ഒരിക്കൽ ഉള്ളതും ഒരിക്കലും പിന്നെ ആവർത്തിക്കാത്തതുമായ ഒരു വാക്കാണ് ഗാഠനിദ്ര. ആർക്കാണിത് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന്. അതെന്നാ കിട്ടിയത്? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഠനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങടാ, ഉറങ്ങ, മനസ്സമാധാനത്തോടെ ഉള്ളത് നിന്റെ അവസാനത്തെ ഉറക്കം കെടുത്താൻ വരുന്നുണ്ട്. അവന്റെ വാരിയെല്ലെടുത്തു. ദൈവം ആദ്യം തന്നെ തലയിലാണ് പിടിച്ചത്. ഇവിടുത്തെ എല്ലെടുത്താലോ ദൈവം തന്നെ ഞെട്ടിപ്പറയുകയോ, തലയിലെ എല്ലെടുത്ത് ഇവിടെ സൃഷ്ടിച്ചാൽ കക്ഷി കാലാകാലം ഇവന്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. തലയിലെ എല്ല് വേണ്ട, കാലയെ പിടിച്ചു. അയ്യോ, കാലയിലെ എല്ലെടുത്താൽ കാലാകാലം ഇവന് ചവിട്ട് കൊണ്ട് കിടക്കേണ്ടി വരും. അതുകൊണ്ട് അരവന രഹസ്യങ്ങൾ, ഹൃദയ രഹസ്യങ്ങൾ ഉറങ്ങുന്ന വാരിയലിൽ നിന്നും സ്ത്രീക്ക് ജന്മം കൊടുത്തു. അവളെ കണ്ടപ്പോൾ ചിരി, വർത്തമാനം പറച്ചിൽ ഒക്കെ ആരംഭിച്ചു. സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളില്ലാത്ത ലോകം മോർച്ചറി പോലെയാണ്. ഒരു കരച്ചിലും പിഴിച്ചിലും ചീറ്റിലും ചിരിയും ഉണ്ടാകണോ? പെണ്ണുങ്ങൾ വേണം ലോകത്ത്. വർത്തമാനം പറച്ചിൽ ആരംഭിച്ചത് സ്ത്രീകൾ ഉണ്ടായതിനു ശേഷമാണ്. നമ്മളെക്കാൾ കൂടുതൽ സ്ത്രീകൾ വർത്തമാനം പറയുന്ന അറിയാവുന്നത് തമിഴന്മാർക്കാണ്. അവർ ഭാര്യയെ വിളിക്കുന്ന വാക്ക് തന്നെ സംസാരം എന്നാണ്. കാരണം ഇഷ്ടം രണ്ടും കൂടെ ഒത്തുപോകുന്ന വാക്കാണ്. കഴിഞ്ഞ വർഷം അതിരമ്പള്ളി പെരുന്നാളിലെ വെടിക്കെട്ടിന് വികാരിച്ചൻ അനൗൺസ്മെന്റ് അമിട്ട് ഗുണ്ട് വാണം കതിന പൂക്കുറ്റി ഇതൊക്കെ പൊട്ടുന്നത് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് സഹോദരിമാർ അല്പം സ്വരം താഴ്ത്തി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പം സംസാരം ആരംഭിച്ചു. സായിപ്പന്മാർ പറയും പരദേശയിലെ ആദ്യത്തെ ഭാഷ ഇംഗ്ലീഷാണ്. ഞെട്ടി എഴുന്നേറ്റ് ആദ്യം നോക്കുമ്പോൾ ഒരു സുന്ദരി പെണ്ണ് മുമ്പിൽ അവൻ ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി. എങ്ങനെ പരിചയപ്പെടുത്തി? മാഡം, ഐ ആം ആഡം. അങ്ങനെ വർത്തമാനം പറച്ചിൽ ആരംഭിച്ചെന്ന മലയാള ഭാഷാപ്രേമികൾ പറയും പരദേശയിലെ ആദ്യത്തെ ഭാഷ മലയാളം. ഞെട്ടി എഴുന്നേറ്റ് ആദ്യം നോക്കുമ്പം പനകല പോലത്തെ മുടി പാദം മുട്ടി കിടക്കുന്ന ഒരു മാതകത്തിടമ്പ് മന്ദം നടന്നു നീങ്ങുന്നു. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്നർത്ഥത്തിൽ ഹേ വാ. അങ്ങനെ ഹൗവ എന്ന വാക്കുണ്ടായി. ഒരു ഭർത്താവ് ഭാര്യയോട് നേടി, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി വെറും 7000 വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ പെണ്ണുങ്ങൾ 14,000വും അതിൽ കൂടുതലും വാക്കാ പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെ പോലുള്ള കിഴങ്ങന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ എല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7,000 14,000 ആയതാ. എന്നാടി നീ പറഞ്ഞേ? കണ്ടോ, അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാലേ പിടി കിട്ടത്തുള്ളൂ. ഇപ്പൊ സംസാരം ആരംഭിച്ചു. ഒപ്പം ചിരിയും കരച്ചിലും ആരംഭിച്ചു. ലോകത്ത് ഏറ്റവും നല്ല ചിരി പെണ്ണുങ്ങളുടെ ചിരിയാണ്. അത് പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല, ആണുങ്ങൾക്കേ അറിയത്തുള്ളൂ. എത്ര മനപ്രയാസമുള്ള ഭർത്താവും പുറത്തു പോയി തിരിച്ചു വരുമ്പം ഭാര്യ ഒന്ന് ചിരിച്ചോ അവൻ്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകെട്ട പോലെ ഉരുകിപ്പോവും. പക്ഷെ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. നീണ്ട പടവലങ്ങിയ പോലെ മോന്ത നീട്ടി ഒറ്റപ്പെടുത്തും. അവൻ്റെ ഷുഗറെ കൊളസ്ട്രോൾ പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങേയറ്റമാവും. പെണ്ണുങ്ങൾ ചിരിച്ചോ വീട്ടിൽ സമാധാനമുണ്ട്. ശരിയാരി വർത്തമാനം ഒരുമാതിരി ആക്കുന്ന ചിരിയുണ്ട്. നന്നായിട്ട് ചിരിച്ചോ ആണുങ്ങളെ നേടാൻ പറ്റും. ലോകത്ത് ഒരിക്കലും ചിരിക്കാത്ത ആണും ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കാണുമ്പോഴാണ്. രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, ഒരിക്കലും ചിരിക്കാത്ത മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജീവിതത്തിൽ ആദ്യം ചിരിച്ചത് ഐശ്വര്യയെ കണ്ടപ്പോഴാണ്. അന്ന് വരെ ചിരിച്ചിട്ടില്ലെന്ന്. ഇപ്പൊ ചിരിച്ചോണ്ട് നേടാം. 2 കരഞ്ഞോണ്ട് നേടാം. പെണ്ണുങ്ങൾ കരഞ്ഞോ ആണുങ്ങളുടെ കഥ കഴിഞ്ഞു. കാമുകി കരഞ്ഞാൽ കാമുകൻ ഉരുകും. ഭാര്യ കരഞ്ഞാൽ ഭർത്താവ് അലിയും. മോള് കരഞ്ഞാൽ അപ്പൻ അയയും. പെങ്ങള് കരഞ്ഞാൽ ആങ്ങളെ വീഴും. കാരണം ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് വെള്ളം വീണാൽ പെട്ടെന്ന് അലുത്തു പോവും, കുഴഞ്ഞു പോവും. പക്ഷെ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ചാൽ പോലും ഇളക്കാൻ പറ്റുകയില്ല. കാരണം എല്ലേന്നുണ്ടായതാണ്, നല്ല കട്ടി എന്നാണ് വെയ്പ്പ്. ഇപ്പൊ സാമ്പത്തിക സ്നേഹം ഓസിയ പ്രവാചകൻ പറയുന്നു, ഈ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തന്റെ മക്കളെ മറക്കുകയില്ല. ഓസിയ പ്രവാചകനെ കുറിച്ച് പറയുന്ന 2 വാക്കുണ്ട്. സംസ്കാര സമ്പന്നൻ, കുലീന കുലജാതൻ. കുറേ നാളുകളിൽ പ്രസംഗിച്ച് നടന്ന ഓസിയായിക്ക് ഒറ്റയ്ക്ക് മടുത്തപ്പം കല്യാണം കഴിക്കണമെന്ന് തോന്നി. അന്ന് ചാവറ bethlehem.com വന്നിട്ടില്ല, മനോരമ.com ഇല്ല, പിൻപോയിന്റും നിലവിൽ വന്നിട്ടില്ല. പിന്നെ ഏകയുള്ള ദല്ലാൾ ദൈവമാണ്. ദൈവത്തോട് പറഞ്ഞു, ഒറ്റയ്ക്ക് മടുത്തു, കല്യാണം കഴിക്കണം. തമ്പുരാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ തോന്നിയാൽ അധികം നീട്ടി വെക്കരുത്, എത്രയും പെട്ടെന്ന് കെട്ടിക്കോണം. ആരെ കെട്ടും? ജെറുസലേമിന് തെരുവീതിയിൽ ഒരു വേശ്യാസ്ത്രീയുണ്ട്, പരസ്യ വേശ്യ ദേവദാസി. അവളുടെ പേര് ഗോമർ എന്ന പെണ്ണിനെ കെട്ടണം. ദൈവനിശ്ചയപ്രകാരം ഹോസിയ പ്രവാചകൻ ഗോമറിനെ കെട്ടി. കാനാൻ സമുദായത്തിലെ ഒരു പെണ്ണ്
എന്ന് പറഞ്ഞാൽ കാനാൻ സമുദായത്തിന്റെ അന്നത്തെ രീതി, ഒരു സ്ത്രീ പ്രസവിക്കുന്നത് തൊലിവെടുത്തതും മൂത്തതും ആണ് പെണ്ണാണെങ്കിൽ അവളെ കെട്ടിക്കുകയില്ല. 18-ാം വയസ്സിൽ കാനാൻകാട് ക്ഷേത്രത്തിൽ പൂജാമുറിയോട് ചെന്നത് മുറി, ആ മുറിയിൽ അവൾ താമസിക്കണം 50 വയസ്സ് വരെ. 32 വർഷക്കാലം ഇവൾക്കൊരു ഡ്യൂട്ടിയേ ഉള്ളൂ. കാനാൻ സമുദായത്തിലെ ആണുങ്ങൾ കല്യാണം കഴിച്ചിട്ട് സ്വന്തം ഭാര്യയോട് ശാരീരിക വേഴ്ച നടത്തുന്നതിന് മുമ്പ് ഒരു പ്രത്യേക പീസ് ക്ഷേത്രത്തിൽ കെട്ടിവെച്ചിട്ട് ഇവളോട് ബന്ധപ്പെടണം, എങ്കിലേ മക്കളുണ്ടാവൂ. അതിന് വിളിക്കുന്ന വാക്കാണ് ഫെർട്ടിലിറ്റി കൾട്ട്, അല്ലെങ്കിൽ പുഷ്കലതാ വിധി. അപ്പം അങ്ങനെയുള്ള ക്ഷേത്രവേശ്യ അവിടെയാണ് കെട്ടാൻ കാണിച്ചു കൊടുത്തത്. 3 മക്കൾ ജനിക്കുന്നവരെ കുഴപ്പമില്ല. 3 മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ സ്വഭാവം തലപൊക്കി വേറെ ആണുങ്ങളുടെ പുറകെ ഓടാൻ തുടങ്ങി. പ്രവാചകൻ മനസ്സ് നേറി ദൈവത്തോട് പറയുക, ഈ വേശ്യാസ്ത്രീ അല്ലാതെ വേറെ ഒരുത്തിയെ നീ എനിക്ക് ഭാര്യയെ തരാൻ കണ്ടില്ലേ? അവൾ എന്നെ മറന്ന് അന്യ ആണുങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ എനിക്ക് വേദനിക്കുന്നു, പക്ഷെ എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല, ഞാൻ സ്നേഹിച്ചു പോയി. അപ്പം ദൈവം പറയുക, അല്ലയോ പ്രവാചക, നിന്റെ ഭാര്യ നിന്നോട് അവിശ്വസത കാണിച്ച് അന്യ പുരുഷന്മാരുടെ പിന്നാലെ പോയിട്ടും നിനക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല, കാരണം നീ അവളെ സ്നേഹിച്ചു പോയി. അങ്ങനെയെങ്കിൽ എൻ്റെ ജനം എന്നെ മറന്ന് അന്യ ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ, വിജാതി വിഗ്രഹങ്ങളെ തൊഴുമ്പോൾ എനിക്ക് അവരെ മറക്കാൻ പറ്റുമോ? ഞാൻ അവരെ സ്നേഹിച്ചു പോയില്ലേ? പഠിപ്പിച്ച പാഠം, സൂര്യന് കീഴെ ഏറ്റവും വലിയ സ്നേഹം ഭാര്യാഭർത്തൃ സ്നേഹം. ആ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും അപേക്ഷയായ ദൈവത്തിൻ്റെ സ്നേഹം മാറുകയില്ല. അത് ഉറച്ച സ്നേഹം. 2 യേശയ്യ. ഇപ്പോൾ ഓസിയ പ്രവാചകൻ ദാമ്പത്യ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ അപേക്ഷയായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ പഠിപ്പിച്ചു. 2 യേശയ്യ. ക്രിസ്തുവിന് 740 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യ പ്രവാചകൻ പഠിപ്പിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം പെറ്റതള്ളയും കുഞ്ഞും തമ്മിലാണ്. അങ്ങനെയുള്ള അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. യേശയ്യാവിന്റെ പ്രവചനം 49-ാം അധ്യായം 16-ാം വാക്യം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. സാധാരണ രീതിയിൽ ഒരമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ പറ്റുകയില്ല. പക്ഷേ ചില അമ്മമാർ മറക്കാം. ഭ്രൂണഹത്യയിലൂടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർ, ചെറിയ വിലയ്ക്ക് മക്കളെ വിൽക്കുന്നവർ, പത്രത്തിൽ വാർത്ത. ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പോകുന്നു, അഴുക്കിയാലിൽ തള്ളിയിട്ട് പോകുന്നു, ഓടകളിൽ ഉന്തിയിട്ട് പോകുന്നു, ബസ്സിൽ വെച്ച് മറന്നിട്ട് പോകുന്നു. അടുത്തിടെ ഒരു സ്ത്രീ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ വന്നു, 8 മാസം പ്രായമായ കുഞ്ഞിനെയുമായിട്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ അടിച്ചു. മൊബൈൽ ഫോണിൻ്റെ വർത്താനം പറഞ്ഞങ്ങ് പോയി, കുഞ്ഞിനെ സീറ്റിൽ വെച്ചിട്ട്. പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞ് മേലെ ചൊവ്വ സ്റ്റേഷനിൽ നിന്നും കുഞ്ഞിനെ കണ്ടുപിടിച്ച അമ്മയ്ക്ക് മറക്കാം. എങ്ങനെയുള്ള അമ്മ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പഴയ നിയമ കാലഘട്ടത്തിൽ മിടുക്കി തള്ളമാര് മക്കളെ 3-3.5 വയസ്സ് വരെ മുലപ്പാൽ കുടിപ്പിക്കുമായിരുന്നു. സാറ ഇസഹാക്കിനെ 3.5 വയസ്സ് വരെ മുലയൂട്ടി എന്നാണ് പറയുക. ഇന്ന് യേശയ്യാ പ്രവാചകൻ കോട്ടയത്തും ഈ പ്രദേശത്ത് എവിടെയെങ്കിലും വന്നാൽ ഈ വാക്ക് ഇന്ന് പറയാൻ പറ്റുമോ? ഇന്ന് അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് സംസ്കാരം വന്നപ്പം ചെറുപ്പക്കാരി പെണ്ണുങ്ങൾക്കൊരു തോന്നൽ, അമ്മയുടെ മുലപ്പാൽ കുടിച്ച് കൊച്ചു വളർന്നാൽ അമ്മയുടെ ശരീരത്തിന് ഷേപ്പ് പോകും. അതുകൊണ്ട് എന്തു ചെയ്യും? 3 മാസം പ്രായമായ കുഞ്ഞിൻ്റെ 4 ഇഞ്ച് വണ്ണമുള്ള വായിൽ 5 ഇഞ്ച് വണ്ണമുള്ള തമരികമ്പി നിപ്പിള് കുപ്പി കുത്തിക്കയറ്റും. എരുമപ്പാല്, പാട്ടും പാല്, പശുവും പാല്. കുഞ്ഞിനെ തൊണ്ണയെ വരെ കുത്തി ഇറക്കിയിട്ട് പറയും, ഞൊട്ടി ഞൊണയടാ കുഞ്ഞിരാമ, അഞ്ഞു വലിക്കടാ കൊച്ചുരാമ. അമ്മയുടെ മുലപ്പാല് കുടിച്ചു വളർന്നാൽ അമ്മയുടെ ശരീരത്തിന് ഷേപ്പ് പോകും. കൊച്ചു കട്ടിലേക്ക് കിടന്ന് 2 കൈയും കാലൂടെ അടിച്ചുകൊണ്ട് പറയുക, വളർന്നു വരട്ടടി, 20 വയസ്സാകട്ടെ, ഞാൻ നിന്റെ ഷേപ്പ് മൊത്തം മാറ്റിക്കോളാം. ചില പിള്ളേരും പറ്റും വളർന്നു വരുമ്പം അമ്മയെന്ന് വിളിക്കുകയല്ല, മേം, കാരണം ആട്ടുംപാലാ കുടിച്ചു വളർന്നു, അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണ് പറയുക, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അപ്പം ഓസിയ ദാമ്പത്യ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പഠിപ്പിച്ചു. യേശയ്യ അമ്മ കുഞ്ഞ് ബന്ധത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പഠിപ്പിച്ചു. 3 എസക്കിയേൽ. എസക്കിയേൽ ആട്ടിടയനാണ്. ആട്ടിടയനായ എസക്കിയേൽ ഇടയന്റെ ഭാഷയിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പഠിപ്പിച്ചു. എസക്കിയേൽ 31 മുതൽ 38 വരെ അധ്യായങ്ങൾ. താൻ മെനഞ്ഞെടുത്ത കുടത്തെ മറന്നാലും ദൈവം താൻ മെനഞ്ഞെടുത്ത മനുഷ്യനെ മറക്കുകയില്ല. കുശവൻ കുടത്തെ മറന്നാലും ദൈവം ജനത്തെ മറക്കില്ല. ഓസിയ ദമ്പതിമാരുടെ ഭാഷയിൽ, യേശയ്യ പെറ്റ തള്ളയുടെ ഭാഷയിൽ, എസക്കിയേൽ ഇടയന്റെ ഭാഷയിൽ, ജെറമിയ കുശവന്റെ ഭാഷയിൽ. ഇവരെല്ലാവരും പഠിപ്പിച്ചത് ദൈവത്തിന്റെ സ്നേഹം പാറ പോലെ ഉറച്ചത് അപേക്ഷിച്ചില്ല. ഇതൊറ്റ വാക്കിൽ സംഗ്രഹിച്ചത് ദൈവത്തിന്റെ ഭക്തനായ സങ്കീർത്തകൻ 103-ാം സങ്കീർത്തനം 8-ാം വാക്യം. അവിടെയാണ് പറയുക, കർത്താവ് കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്.
ദൈവത്തെ അനുഭവിച്ച സങ്കീർത്തകന് ദൈവത്തെക്കുറിച്ച് പറയാൻ മറ്റൊരു വാക്കില്ല. അവൻ സ്നേഹനിധി, അവൻ അഭയശിലയും സ്നേഹനിധിയുമാണ്, കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. ബൈബിളിൽ ഒരു പേരിട്ടാൽ പേര് പോലെ ഷെയ്പ്പ്, പേര് പോലെ പെരുമാറ്റം, പേര് പോലെ സ്വഭാവം. കായേൻ അർത്ഥം ഞങ്ങൾ സമ്പാദിച്ചു. മോശ വലിച്ചെടുക്കപ്പെട്ടവൻ, ജോസഫ് വളർത്തുന്നവൻ, ജേക്കബ് കാലെ പിടിച്ച് വലിക്കുന്നവൻ, തോമ എരട്ട, യോഹന്നാൻ ദൈവത്തിന്റെ ദാനം, മാർഗരറ്റ് മുത്ത്, ഡോണ ഗിഫ്റ്റ്. അർത്ഥമുള്ള പേരേ ഇടൂ വേദപുസ്തകത്തിൽ, അർത്ഥമില്ലാതെ പേരിടുകയില്ല. ഇന്ന് ഒരു കരുണയില്ലാത്തവനെ കരുണാനിധി വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ബൈബിളിൽ അങ്ങനെയല്ല. കരുണയുണ്ടെങ്കിൽ കരുണാനിധി, അവൻ സ്നേഹനിധി, കരുണാവാരിധി എന്നാണ് പറയുക. ഇന്ന് നമുക്കൊക്കെ ഇന്ന് രീതിയിൽ പേരിടുന്നതൊക്കെ ഒരു പ്രത്യേക ഒരു രീതിയാണ്. അപ്പൻ്റെ അമ്മയുടെ ആദ്യാക്ഷരം വെച്ചുകൊണ്ട് മക്കൾക്ക് പേരിടുന്നവർ. അപ്പൻ്റെ പേര് ആന്റണി, അമ്മയുടെ പേര് സ്മിത, ഉണ്ടായത് പെങ്കൊച്ച്, ഇട്ട പേര് ആസ്മ. നമ്മളാണ് ഇട്ടിട്ട് പോവുക. അങ്ങനെ പേരിട്ട് പോയാൽ അപ്പൻ്റെ പേര് വേലായുധനെന്നും അമ്മയുടെ പേര് ശ്യാമളയെന്നും ഉണ്ടായത് പെങ്കൊച്ചുമാണെങ്കിൽ ആദ്യാക്ഷരം വെച്ച് നിങ്ങൾ തന്നെ ഇട്ടുകൊണ്ടാൽ മതി. ഇന്നത്തെ പേരുകൾ എങ്ങനെയാണ്? പണ്ട് പേര് കേട്ടാലറിയാം ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ. ഭാസ്കരൻ ഹിന്ദു, ബഷീർ മുസ്ലിം, തോമസ് ക്രിസ്ത്യാനി, ജാനകി ഹിന്ദു, സുഹറ മുസ്ലിം, മേരിക്കുട്ടി ക്രിസ്ത്യാനി. ഇന്ന് 3 ആൺപിള്ളേർ ഏത് വർഗമാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഒന്നാമത്തവൻ അനീഷ്, രണ്ടാമത്തവൻ സുനീഷ്, മൂന്നാമത്തവൻ ഫിനീഷ്. തീർന്നു. കല്യാണം കഴിഞ്ഞ് 1-ാം വർഷം പെങ്കൊച്ചുണ്ടായി. ദൈവം തന്ന നിധി, നിധിമോൾ. 2-ാം വർഷം വീണ്ടും വേണം, അയ്യോ വിധി, വിധിമോൾ. 3-ാം വർഷം വീണ്ടും വേണം, അയ്യോ മതി, മതിമോൾ. 4-ാം വർഷം വീണ്ടും വേണം, അയ്യോ ചതി, ചതിമോൾ. നമ്മളാണ് ഇട്ട് പോവുക. അപ്പൊ ഇവിടെയാണ് ദൈവത്തിന് പേര് കൊടുത്തു. അവൻ കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. ഈ സ്നേഹം നിങ്ങളും ഞാനും അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് മഴ പെയ്യുന്ന ഒരു സന്ധ്യയിൽ ഒരു 1.5 മണിക്കൂർ സമയം വന്ന് ഇതുപോലെ ഇരിക്കാൻ നിങ്ങൾക്ക് ശക്തി കിട്ടുന്നത് ദൈവസ്നേഹത്തിന്റെ അഗ്നി നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. തെറിവിളിക്കുന്ന ഭർത്താവ്, പരിഭവിക്കുന്ന മക്കൾ, പോരുകുത്തുന്ന കൊച്ചുമക്കൾ, ആ കുടുംബത്തിലും ഒരു മെഴുകുതിരി പോലും ഉരുകാൻ ഒരമ്മയ്ക്ക്, ഭാര്യയ്ക്ക് ശക്തി കിട്ടുന്നത് ദൈവസ്നേഹത്തിന്റെ അഗ്നി ഉള്ളിലുള്ളതുകൊണ്ട്. എപ്പോഴും തർക്കുത്തരം പറയുന്ന ഭാര്യ, തെമ്മാടിത്തരം കാണിക്കുന്ന മക്കൾ, ആ വീട്ടിലും ഒരു ഗോതമ്പ് മണി പോലെ പൊടിയാൻ അപ്പന് ശക്തി കിട്ടുന്നത് ദൈവസ്നേഹത്തിന്റെ അഗ്നി ഉള്ളിലുള്ളതുകൊണ്ട്. ഞങ്ങളുടെ സമപ്രായക്കാരെല്ലാം സുന്ദരമായ വേഷം ധരിച്ച് ടിപ്പ് ടോപ്പായിട്ട് നടക്കുമ്പം ഞങ്ങൾ ഏതാനും അച്ഛന്മാര് ഏതോ അറബി നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പോലെ, അന്യകൃന്ന് പൊട്ടി വീണ പോലെ ഒരു പ്രത്യേക വേഷവും ധരിച്ച് നടക്കുന്നു. ഒരമ്മ മോൻ അമ്മയെ മസ്കറ്റിൽ കൊണ്ടുവന്നു. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് 1/2 മണിക്കൂർ ഡ്രൈവ്. കാറിൻ്റെ അകത്തിരിക്കുന്ന അമ്മ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് നോക്കിയിട്ട് സ്തുതിയോട് സ്തുതി. കാരണം നോക്കുന്നിടത്തെല്ലാം അറബി അച്ഛന്മാർ നിരന്ന് നിൽക്കുന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലെ മഴക്കാലത്തും അമേരിക്കയിലെ, യൂറോപ്പിലെ തണുപ്പതും ഈ കുപ്പായം നല്ല രസമാണ്. പക്ഷേ കേരളത്തിൽ ജനുവരി മുതൽ മെയ് മാസം വരെ ഉച്ചയ്ക്ക് 12 മണി സമയത്ത് ഈ കുപ്പായം ധരിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷാ ദോശക്കല്ലേ കയറിയിരിക്കുന്ന അനുഭവമാണ്. ലോകയുടെ ചൂട് സഹിക്കാം, ചില മനുഷ്യരുടെ വർത്തമാനം അസഹിക്കാൻ വരാത്തത്. ഞാൻ കൊല്ലപ്പെടുത്തൊരു പള്ളിയിൽ സന്ധ്യയ്ക്ക് ബൈബിൾ കൺവെൻഷൻ്റെ പ്രസംഗത്തിന് പോവുക. ഒരു കൊച്ചു പെൺകുട്ടി ദൂരെ കൂടെ പോകുന്ന എന്നെ കണ്ട് അവിടെ അമ്മയെ വിളിച്ചു പറയാം, അമ്മേ അമ്മേ ഇങ്ങോട്ട് ഓടി വന്നേ, ഒരു സൂത്രം നടന്നു പോകുന്നത് അമ്മ കണ്ടോ? അപ്പോഴേക്കും 200 അടി ദൂരം ഞാൻ അകലെയായി. അവൾ അമ്മയോട് ഉറക്കെ പറയും, നോക്കമ്മേ താണ്ടെ ഒരു മുടുത്ത ചെറുക്കൻ വലിയ നൈറ്റി ഇട്ടുകൊണ്ട് പോകുന്നത് അമ്മച്ചി കണ്ടോ? എൻ്റെ കൂട്ടുകാരനച്ഛൻ കോട്ടയത്തു നിന്നും KSRTC ബസിൻ്റെ സൈഡിലിരുന്ന് ഭരണങ്ങാനത്തേക്ക് പോരുക. കാറ്റത്തച്ഛൻ്റെ തൊപ്പി ഇങ്ങനെ വിടർന്നിരുന്നു. 3-4 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കൻ ഓറഞ്ച് പൊളിച്ച് നിന്നിട്ട് അതിൻ്റെ തൊലി ലെറ്റർ പോസ്റ്റ് ചെയ്യണ പോലെ അച്ഛന് ഡിപ്പോസിറ്റ് അനുഭവമുണ്ട്. ഒരവധിക്കാലം ഞാൻ പട്ടത്തിൻ്റെ അവസാന കാലങ്ങളിൽ പഠിച്ചത് കാരിത്താസിൽ ഞങ്ങളുടെ സെമിനാരിയുണ്ട്, അമരേരി കോളേജിൻ്റെ അടുക്കൽ കപ്പുച്ചൻ വിദ്യാഭവൻ. ഒരവധിക്ക് ഞാൻ വീട്ടിൽ പോയി. ഉച്ച കഴിഞ്ഞ് 2:30 ബസ്സിൽ കട്ടപ്പനയിൽ നിന്നും ഞാൻ കോട്ടയം ബസ്സിൽ കയറി കുട്ടിക്കാനം എന്ന സ്ഥലത്ത് എനിക്ക് ഇറങ്ങണം. 10-20 യാത്രക്കാരേ ഉള്ളൂ. ഡ്രൈവറും കണ്ടക്ടറും ഞാനും വഴി എല്ലാവരും ഉച്ചയൂണും കഴിഞ്ഞ് നല്ല മയക്കം. കാഞ്ചിയാർ എന്ന സ്ഥലത്ത് വന്നപ്പോൾ ഒരു സ്ത്രീ 3.5 വയസ്സേറിയ 4 വയസ്സ് പ്രായമുള്ള ഒരു മോനെയും കൊണ്ട് കയറി. അവർ മുണ്ടക്കയം ടിക്കറ്റ് എടുത്തു. ഞാൻ ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞ് 20 കിലോമീറ്റർ കഴിഞ്ഞ് അവർക്ക് ഇറങ്ങിയാൽ മതി. ഞാൻ നോക്കുമ്പം ഈ സ്ത്രീയും ചെരിഞ്ഞു കിടന്നുറങ്ങുന്നു. ഞാനും ഡ്രൈവറും കണ്ടക്ടറും ഈ 3.5 വയസ്സുകാരനും ഉറങ്ങിയിട്ടില്ല. വണ്ടി കയറ്റം ഇറക്കം, വളവ് പൊളവ്, ഗട്ടർ, കുന്നേ കുഴി, ചാടി ചാടി പോവുക. ഞാൻ നോക്കുമ്പം ഇത്രയും ചാടിയാൽ പോരാ,
കുറെ കൂടെ ചാടിയാൽ കൊള്ളാവുന്ന പരുവത്തിൽ ഇവൻ കമ്പിയിലൂടെ അണ്ണാനെ പോലെ അള്ളിപ്പിടിച്ച് കയറുന്നു ഇറങ്ങുന്നു, ഇറങ്ങുന്നു കയറുന്നു. ഭയങ്കര പ്രകടനം. ഞാൻ ഇവനെ നോക്കി 100 ചിരിച്ചു. വേറെ ആരും ശ്രദ്ധിക്കാനില്ലാഞ്ഞുകൊണ്ട് അവനെൻ്റെ ചിരി ഇഷ്ടപ്പെട്ടു. അവൻ സാവധാനം തട്ടി മുട്ടി ഒട്ടി ഒരുമി എൻ്റെ അടുക്ക് വന്നു. അടിമുടി അവനെ സൂക്ഷിച്ചു നോക്കി. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ശരീരഭാഗം ഈ കയറായിരുന്നു. അവൻ സാവധാനം 2 വള്ളിയും കൂടെ കയ്യിലോട്ടെടുത്തു. മുതിർന്ന ആൾക്കാരെ ഷേവ് ചെയ്യാൻ വേണ്ടി ബ്രഷിൽ ക്രീം പുരട്ടിയിട്ട് താടിയേലും മീശയിലും ദീക്ഷയിലും ഒരുങ്ങുന്ന പോലെ വള്ളിയുടെ തൊങ്ങലെടുത്തിട്ട് കണ്ണയിലും മൂക്കയിലും കവിളയിലും കിറിയയിലും ചെവിയേലും താടിയേലും ഒരുമോടൊരുമ. കുട്ടിക്കാനമായി എനിക്ക് ഇറങ്ങണം. ഇവൻ ജീവൻ പോയ വള്ളിയെന്ന് പിടിയല്ല, അള്ളിപ്പിടിച്ച് നിൽക്കുക. ഞാൻ പിടിച്ചു വലിച്ചു. അവൻ പിടിവിട്ടു. അവനെ പിടിച്ച് പയ്യെ തള്ളി. അവൻ കരഞ്ഞോണ്ട് അമ്മയ്ക്കിട്ട് മുട്ടി നിന്നു. തള്ള ഞെട്ടി എഴുന്നേറ്റു. യാത്രക്കാരൊക്കെ എഴുന്നേറ്റു. നിർത്തിയ ബസ്സിൽ നിന്നും സൂട്ട്കേസും തൂക്കി പിടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവൻ എന്നെ ചൂണ്ടി അവൻ്റെ അമ്മയോട് പറയുക, നോക്കമ്മേ ദാണ്ടെ പശുമാമ്മ ഇറങ്ങിപ്പോന്നു. ഇതായിരുന്നു അവൻ്റെ കമന്റ്. ഏതോ ഒരു കമന്റിനെ നടുവ് നമുക്ക് ചിരിക്കാൻ പറ്റണോ? ദൈവസ്നേഹത്തിൻ്റെ അഗ്നി നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുക. ദൈവം സ്നേഹമാണ്, മാറ്റമില്ലാത്ത സ്നേഹം, മായാത്ത സ്നേഹം. അഭയശില പ്രവാചകന്മാരിലൂടെയും സങ്കീർത്തനങ്ങളിലൂടെയും പഠിപ്പിച്ചതാണ്. പിന്നീട് നമുക്കറിയാം യോഹന്നാൻ മാഗ്ദാനിയിലൂടെയും യേശു ക്രിസ്തുവിലൂടെയും ഈ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് ലഭിക്കുക. യോഹന്നാൻ മാഗ്ദാനയുടെ ഭാഷ അല്പം പരുഷം, യേശുവിൻ്റെ ഭാഷ മൃദുലവും മയമുള്ളതുമാണ്. യോഹന്നാൻ മാഗ്ദാന മരുഭൂമിയിൽ താമസിച്ചുകൊണ്ട് മരുഭൂമിയുടെ ചൂടുള്ള ഭാഷ. ആണിലെ സന്തതികളെ വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. കട്ടിയുള്ള ഭാഷ യോഹന്നാൻ മാഗ്ദാനയുടെ ഭാഷ. നമുക്ക് യോഹന്നാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ മാഗ്ദാന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മ മലവേടൻ, കാട്ടാളൻ. കാരണം ഭക്ഷണം വെട്ടുക്കിളിയും കാട്ടുതേനും. പലപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത് കിളിയെ പിടിച്ചിട്ട് തല മുറിച്ച് പപ്പും പൊടിയും പറിച്ചിട്ട് വെട്ടി വിഴുങ്ങി എന്ന രീതിയിലാണ്. ബൈബിൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വെട്ടുക്കിളി പക്ഷിയല്ല, ഒരു പയർ എന്നാണ്. നമ്മുടെ നാട്ടിൽ പറയും വാക്കത്തി പയർ. ചുണ്ടുവളഞ്ഞ പയറിനെ ഇസ്രയേൽ വിളിച്ചു വെട്ടുക്കിളി പയർ. ഇന്നും സ്നാപയോഹന്നാൻ വീടിൻ്റെ മുൾവശത്ത് ഈ ഒരു പയർ സാമ്പിൾ അടുത്തുവിട്ടിട്ടുണ്ട്. അതിന് തവിടിന് നല്ല പോഷകാംശമാണ്. അതാണ് മുടിയനായ പുത്രന് അവന് തവിട് പോലും തിന്നാൻ കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന ബൈബിളിലെ പശ്ചാത്തലം. അപ്പം വെട്ടുക്കിളി പയറും കാട്ടുതേനും സ്നാപകന്റെ ഭക്ഷണം. പരുഷമുള്ള ഭാഷയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ യോഹന്നാൻ പഠിപ്പിച്ചു. കർത്താവ് യേശുവിൻ്റെ ഭാഷ നല്ല മയമുള്ള ഭാഷ. യേശു വേണ്ടത് മുക്കുവന്, മീൻപിടുത്തം, ഞാഞ്ഞൂല്, നീർക്കോലി, ഞണ്ട്, ഞവണി, ഈ സാധനമൊക്കെയാണ്. അവർക്ക് മുന്തിരിത്തോട്ടം, അത്തിമരം, ഇടയൻ, മീൻപിടുത്തം, ഇതൊക്കെ യേശുവിൻ്റെ ഭാഷ. കർത്താവായ യേശു കോട്ടയം ജില്ലയിലെങ്ങാനും വന്നിരുന്നെങ്കിൽ, പാലാ ഭാഗത്തെങ്ങാനും വന്നാൽ ഒരിക്കലും മുക്കുവൻ്റെയും മീനിൻ്റെയും ഉപമ പറയുകയില്ല. യേശു പറയും, ടാപ്പിംഗ് തൊഴിലാളി വെട്ടാൻ പുറപ്പെട്ടു. ചിലതിൽ 1 ചിരട്ടപ്പാല്, ഇതിൽ 1/2 ചിരട്ടപ്പാല്, ഇതിൽ 1/4 ചിരട്ടപ്പാല്, ഒട്ടുപാല് തൂക്കിയിട്ടു, ഷീറ്റ് ഞാത്തിയിട്ടു, ചട്ടപ്പാല് കടിച്ചു പറിച്ചു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞങ്ങളുടെ ഇടുക്കിയുടെ മലപ്രദേശത്ത് നിന്നാൽ പറയും, ചേട്ടൻ കപ്പയിടാൻ പുറപ്പെട്ടു. ചില 5 തിലാം കിഴങ്ങ്, 2 തിലാം കിഴങ്ങ്, 1 തിലാം കിഴങ്ങ്. പന്നിയേലി കട്ടുകൊണ്ട് പോയി, കള്ളം പറിച്ചുകൊണ്ട് പോയി, തുരപ്പൻ നൊത്തുകൊണ്ട് പോയി. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കപ്പയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പിടികിട്ടും. ഇവിടെ പത്രത്തിൽ ചോദ്യം ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ കപ്പ തിന്നുന്ന 2 ജീവികൾ. ഉത്തരം 1 ക്രിസ്ത്യാനി, 2 പന്നിയേലി എന്നാണ് ഉത്തരം കൊടുത്തിരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് യേശുവിൻ്റെ പ്രബോധനങ്ങൾ, നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു 3 ഉപമകൾ പറഞ്ഞ ഒരധ്യായമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം. 1 മുതലുള്ള വാക്യങ്ങൾ. 3 ഉപമകളിലൂടെ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് മുടിയിരുന്നത് പോലെ, മുഖം കാണുന്നത് പോലെ, ലൂക്കോസ് 15 നോക്കിയാൽ ദൈവസ്നേഹത്തിൻ്റെ മുഖം കാണിക്കുന്ന 3 വിശ്വപ്രസിദ്ധമായ ഉപമകൾ. 1 കാണാതെ പോയ ആട്, 2 കാണാതെ പോയ പ്രൊഡീഗൽസൻ മുടിയൻ പുത്രൻ, ധൂർത്തപുത്രൻ, 3 കാണാതെ പോയ നാണയം. ക്രിസ്തു പറഞ്ഞു, ഇടയന് 100 ആടുകൾ. 100 ആടിൽ ഒരെണ്ണത്തെ കാണാതെ പോയപ്പോൾ ഇടയന് ദുഃഖം, പോയതിനെ കിട്ടിയപ്പോൾ ഇടയന് സന്തോഷം. ഇതുപോലെ ഒരു പാപി തിരിച്ചു വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. ആട്ടിടയന്മാർക്ക് മനസ്സിലായി. വീണ്ടും പറഞ്ഞു, അപ്പന് 2 മക്കൾ, ഇളയവനും മൂത്തവനും. ഇളയവൻ ഒളിച്ചു പോയപ്പോൾ അപ്പന് ദുഃഖം, പോയവൻ തിരിച്ചു വന്നപ്പോൾ അപ്പന് സന്തോഷം. മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷ. 3ാമത് പറഞ്ഞു, നിങ്ങളൊരു സ്ത്രീക്ക് 10 നാണയങ്ങൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് കാണാതെ പോകുമ്പോൾ പ്രയാസപ്പെടാത്തവൾ ആരുണ്ട്? പെരയ്ക്കകം അടിച്ചു വാരി പോയ നാണയം കിട്ടിയപ്പോൾ നാട്ടുകാരെയും കൂട്ടുകാരെയും വിളിച്ച് എൻ്റെ നാണയം കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷിക്കാത്ത സ്ത്രീ നിങ്ങൾ ആരുണ്ട്? സൽക്കാരം നടത്താത്തവൾ. കല്ലിങ്ങത്തറ ഭാഗത്ത് വന്ന് പറയുമ്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്.
നമുക്കറിയാവുന്ന നാണയം 50 പൈസ, 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ തൊട്ട്. നിങ്ങളുടെ ആരുടെയും 5 രൂപ തൊട്ട് കാണാതെ പോയാൽ പെരയ്ക്കകം തൂത്തുവാരി കിട്ടുമ്പോൾ നാട്ടുകാരെ വിളിച്ച് ടീ പാർട്ടി നടത്തൂ. അതിൻ്റെ 10 ഇരട്ടിയല്ലേ ചെലവ്. ബൈബിളിൽ പറഞ്ഞിട്ടില്ല നിങ്ങളൊരു പുരുഷന് 10 നാണയം, ഒരു സ്ത്രീക്ക്. ഓരോ മതത്തിൽ ഓരോ ഷേപ്പിലാണ് പെണ്ണുങ്ങളുടെ കെട്ടുതാലി. ക്രൈസ്തവ പെണ്ണുങ്ങളുടെ താലി മിന്ന്. ആ മിന്നിൻ്റെ ഷേപ്പ് തീജ്വാല. പന്തക്കുസ്താ ദിവസം പരിശുദ്ധാത്മാവ് തീനാളത്തിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് ക്രൈസ്തവ താലി തീജ്വാല മിന്ന്. ഹിന്ദുക്കൾ പെണ്ണുങ്ങളുടെ താലി വീതി കൂടി പരന്ന ആലിലത്താലി. കൃഷ്ണന്റെ മരമാണ് ആൽമരം. ആൽമരത്തിൻ്റെ ഇലയുടെ ഷേപ്പിലാണ് ഹൈന്ദവ താലി ആലിലത്താലി. ഇസ്രയേലിൽ യഹൂദ പെണ്ണുങ്ങളുടെ താലി നാണയത്തുട്ട്. നമ്മുടെ ജെറുസലേമിൽ ബേത്ലഹേമിൽ ഒക്കെ ചെന്ന് കഴിയുമ്പം കെട്ടിച്ച യഹൂദ പെണ്ണിൻ്റെ കഴുത്തിൽ വട്ടക്കാശ് രൂപ ലോക്കറ്റ് പോലെ ചളുക്കി പരുത്തി ഇങ്ങനെ താലി വെച്ചേക്കും. കാശ് കുറവാണോ 1 താലി, കൂടുതലുണ്ടോ 2 താലി, ഒത്തിരി ഉണ്ടോ 5 താലി, ഒരുപാടുണ്ടോ 10 താലി. അതിൻ്റെ അർത്ഥം 10 അവന്മാർ കൂടി ഒരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഇത്രയും കാശുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കെട്ടിച്ച പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം കെട്ടുതാലി പോകുമ്പോഴാണ്. ഏറ്റവും വലിയ സന്തോഷം പോയ താലി കിട്ടുമ്പോഴാണ്. ചില പെണ്ണുങ്ങൾക്ക് ഉള്ള താലി പോകുമ്പോഴാണ് സന്തോഷം. ഇനിയും പലർക്കും പ്രതീക്ഷ കൊടുത്ത് നടന്നു പോകാം. കെട്ടിച്ച പെണ്ണുങ്ങൾ ഓർത്തോണം താലി പോയോ എത്രയും പെട്ടെന്ന് വേറൊന്ന് പണിയിച്ചിട്ടോണം. കെട്ടിയവൻ ഓർത്തോണം എൻ്റെ അവിടെ കഴുത്തെ തൂങ്ങിക്കിടക്കുന്നത് അത് പോയോ എത്രയും പെട്ടെന്ന് താലി പണിയിച്ചിട്ടോണം. കേരളത്തിൽ പറയാറുണ്ട് താലിയില്ലാത്ത ഭാര്യയും ലോഹയില്ലാത്ത അച്ഛനും ബോർഡ് വെക്കാത്ത ബസ് പോലെയാണ്. ആർക്കും കൈ കാണിക്കാം, നിർത്തി കിട്ടും. അതുകൊണ്ട് താലി അടയാളമാ, അത് കഴുത്തിലിട്ടിരിക്കണം. താലി പോട്ട് കിട്ടുമ്പം സന്തോഷിക്കുന്ന ഒരു ഭാര്യയെ പോലെ ഒരു പാപിയുടെ തിരിച്ചുവരവിൽ ദൈവം സന്തോഷിക്കുന്നു. ഈ ലോകം മുഴുവൻ പഠിപ്പിക്കുന്ന പാഠം ദൈവസ്നേഹത്തിൻ്റെ ശാശ്വതമായ ചിത്രങ്ങളാണ്, മനോഹരമായ ചിത്രങ്ങളാണ്. ഈ ലോകത്തിലുള്ള എല്ലാ സ്നേഹവും മാഞ്ഞു പോകുമ്പോൾ മായാത്ത മറയാത്ത സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം. ചില ശവോടകനും മറ്റും ചെല്ലുമ്പം ചില നമ്മളവർക്കും കരച്ചിൽ കണ്ടാൽ നമ്മളവർക്കും ചിലപ്പോൾ അച്ഛന്മാരൊക്കെ ആണെങ്കിലും ചുമ്മാ നുണയം പ്രസംഗം പറയും. എന്താ പറയുക, ഓ നികത്താനാകാത്ത വിടവ് ദാ കിടക്കുന്നു. ചുമ്മാ നുണയല്ലേ, നികത്താനാകാത്ത വിടവ് അവിടെ. പ്രകൃതിയുടെ നിയമം ആണി പോയോ ആപ്പ് കയറാൻ വേണ്ടി കാത്തിരിക്കുക. നമ്മളിങ്ങനെ വെറുതെ പറയുന്നുള്ളതേ ഉള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ മുദ്ര മനസ്സിലാകുമ്പം നമുക്കറിയാം പ്രായം പ്രയാസമില്ല, ക്ഷീണം പ്രയാസമില്ല, രോഗം പ്രയാസമില്ല, കമന്റുകൾ പ്രയാസമില്ല. എന്ത് വന്നാലും നമ്മൾ അതിനെയൊക്കെ പിടിച്ചു നിൽക്കും. അതേസമയം ദൈവസ്നേഹത്തിൻ്റെ മുദ്ര മനസ്സിലാക്കാത്ത മനുഷ്യരാണോ പ്രായമായെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, പല്ല് പറഞ്ഞാൽ സങ്കടം, വയറ് ചാടിയാൽ ദുഃഖം, ആകപ്പാടെ ക്ഷീണം. അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കണ്ടെത്തും. ഒരച്ഛൻ ഒരു പള്ളിയിൽ വന്നു വികാരിയായിട്ട്. ആൾക്കാർ ചോദിച്ചു അച്ഛന് വയസ്സ് എത്രയായി? അച്ഛൻ പറഞ്ഞു 45. 5 വർഷങ്ങളിൽ അച്ഛൻ ഇടവകയെ നയിച്ചു. 5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ചു അച്ഛൻ ഇപ്പോൾ എത്ര വയസ്സായി? അച്ഛൻ പറഞ്ഞു 45. ആൾക്കാർ ചോദിച്ചു അച്ഛന് പ്രായം കൂടിയല്ലേ? അച്ഛൻ പറഞ്ഞു ഞാനൊരു ക്രിസ്തീയ പുരോഹിതനാണ്, നിങ്ങളെ പോലെ വാക്കുമാറ്റാൻ പറ്റുകയില്ല. 45, 45, 45. അങ്ങനെ 15 വർഷം കഴിഞ്ഞു. അച്ഛന് വയസ്സ് 60ആയി. ഇടവ കമ്മിറ്റിക്കാർ 60 തിരികൾ, 60 പൂക്കൾ, 60 പ്രാക്കൾ, 60ന്റെ സിംബൽസ് എല്ലായിടത്തും പതിപ്പിച്ച് വെച്ചു. 60 അംഗീകരിക്കാൻ ഒരു മാർഗവും ഇല്ല. അച്ഛൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർത്തേക്കാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങളുടെ വികാരിയായി എനിക്ക് 45 വയസ്സ് തികഞ്ഞതിൻ്റെ 15ാം വാർഷികം ഇടവ സമൂഹം ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. പ്രായം അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, ക്ഷീണം അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. ചില കുടുംബത്തിൽ ശവടങ്ങിന് ചെല്ലുമ്പം ചില കെട്ടിയവന്മാർ പാലിയുടെ ശബ്ദത്തെ കെട്ടിപ്പിടിച്ചിട്ട് എണീറ്റിട്ട് പോവുകയാണോടി ഉറക്കെ കരയെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഭാര്യയുടെ കലയുടെ സെമിന് ഉണങ്ങുന്നതിന് മുമ്പ് ഞാൻ അവനെ വീണ്ടും കെട്ടിച്ചിട്ടുണ്ട്. ചില പെണ്ണുങ്ങൾ ഇനി എനിക്ക് ആരാണോ, അടുത്ത ചോദ്യം ആരംഭിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ആരാണോ, ഇതാണ് ജീവിതം എന്ന് പറയുക. പലപ്പോഴും ഇങ്ങനെ ശവോടക്കിനൊക്കെ ചെല്ലുമ്പം ഞങ്ങളുടെ കാപ്പിപ്പൊടി കുപ്പായം കാണുമ്പോൾ വെള്ളക്കുപ്പായം ഇട്ട വികാരിയച്ചന്മാർ വിദഗ്ധമായിട്ട് മാറിയിട്ട് പ്രസംഗം ഞങ്ങളെ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തും പ്രസംഗിച്ച അച്ഛന്മാരുമുണ്ട്, പ്രസംഗിച്ച് അബദ്ധം പറ്റിയവരുമുണ്ട്. അച്ഛൻ്റെ ഇളയമ്മയുടെ വീട്ടിലേക്ക് പാടത്തിൻ്റെ വരമ്പ് വഴി നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ ശവോടക്ക്. വെള്ളക്കൂപ്പായിട്ട് അച്ഛൻ കാപ്പിപ്പൊടി അച്ഛനെ കണ്ടപ്പം പറഞ്ഞു ഇനി കപ്പിയാരോട് പറഞ്ഞു വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ചെന്നപ്പം പറഞ്ഞു ചരമപ്രസംഗം നടത്തിയേക്കാവോ? പോയി അച്ഛൻ പറഞ്ഞു ഒരു പരിചയമില്ലാതെ എങ്ങനെ ചരമപ്രസംഗം? ഓ, ധ്യാനിപ്പിക്കുന്നവർക്കാണ് പ്രയാസം, ബൈബിളിൽ നിന്ന് പെറുക്കി പറഞ്ഞാൽ പോരെ, അങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. നോക്കിയപ്പം 70ഓളം വയസ്സുള്ള ആൾ, നരച്ച് വീണ്ട മുടി, കുറ്റി മീശ, മക്കൾ പൊട്ടിക്കരയുന്നു, ഭാര്യ ഏങ്ങിക്കരയുന്നു, നാട്ടുകാർ വിങ്ങിക്കരയുന്നു, വികാരിയച്ഛനും വിതുമ്പുന്നു.
പ്രസംഗത്തിൻ്റെ സമയമായി. അച്ഛൻ പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുഹായുടെയും നാമത്തിൽ ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം മുറികളുണ്ട്, ഞാൻ പോയി അവിടെ ആയി കഴിയുമ്പോൾ നിങ്ങളും ആയിരിക്കേണ്ടതിന് കൂട്ടിക്കൊണ്ടുപോകും. ഈ മകനെ പിതാവായ ദൈവം കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അധികമൊന്നും എനിക്കറിയത്തില്ല. ഇദ്ദേഹം ഒരു നല്ല അപ്പനായിരുന്നു. അതിൻ്റെ വേദന മക്കളിൽ ഞാൻ കാണും. ഒരു നല്ല കുഞ്ഞാടായിരുന്നു, ദുഃഖം വികാരിച്ചിന് കാണും. നല്ലവനായ മനുഷ്യനാണ്, അതിൻ്റെ വിങ്ങൽ നാട്ടുകാരിലും കാണും. ഒരു വചനം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മകനെ, നീ നിന്റെ ഓട്ടം നല്ലവണ്ണം പൂർത്തിയാക്കി. ജീവനുള്ള ന്യായാധിപനായ ദൈവം നിന്നെ ജീവന്റെ കിരീടം അണിയിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അച്ഛൻ പറഞ്ഞു നിർത്തുകയും അവിടെ കൂടി നിന്ന 750ഓളം പേർ ഒരൊറ്റ ചിരി, മരണവീട്ടിൽ പൊട്ടിച്ചിരി, ചരമപ്രസവത്തിൽ കൂട്ടച്ചിരി. അച്ഛന് ചമ്മലെ പമ്മലെ ജാളിത. ചിരിയുടെ കാരണം അറിയത്തില്ല. അടുത്തൊന്ന് ചേട്ടനോട് എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പം ചേട്ടൻ ചോദിച്ചു, എന്നാ ഓർത്തോണ്ടാ അച്ഛൻ പ്രസംഗിച്ചത്? എന്നാ പറ്റി? ഈ മനുഷ്യൻ എങ്ങനെയാ മരിച്ചതെന്ന് അച്ഛന് വല്ല പിടിയുണ്ടോ? എങ്ങനെ മരിച്ചതാ? എൻ്റെ അച്ഛ അങ്ങാടിയിൽ കടത്തെണ്ണയിലിരുന്ന് കാശ് വെച്ച് ചീട്ട് കളിക്കുന്ന സ്വഭാവമുണ്ട്. ഇന്നലെ കാശ് വെച്ച് ചീട്ട് കളിച്ചപ്പം പോലീസുകാർ പിടിക്കാൻ വേണ്ടി ചെന്നു. ജീവനം കൊണ്ട് ഓടുന്ന വഴിക്ക് കാല് തെറ്റി ഉടുതുണി പറഞ്ഞ് ഒരു പൊട്ടക്കിണറ്റ് വീണ് അവിടെ കെട്ടിക്കിടന്ന വെള്ളം കുടിച്ചാണ് ഈ മനുഷ്യൻ്റെ മരണം. ഇയാളെ നോക്കിയാണ് അച്ഛൻ്റെ പ്രസംഗം. മകനെ, നിന്നിൻ്റെ ഓട്ടം നല്ലവണ്ണം പൂർത്തിയാക്കി. ജീവനുള്ള ന്യായാധിപനായ ദൈവം നിന്നെ ജീവന്റെ കിരീടം അണിയിക്കട്ടെ. മരണവീട്ടിൽ കരച്ചിലുണ്ട്. നാളുകൾ കഴിയുമ്പോൾ ഈ കരച്ചിൽ മാറിപ്പോവും. മായാത്ത സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം മാത്രം. ശില, പാറയ്ക്ക് 5 പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിനുമുണ്ട് 5 പ്രത്യേകത. ശിലയുടെ 5 പ്രത്യേകത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും 5 പ്രത്യേകതകളാണ്. എന്തെല്ലാമാണ് ശിലയുടെ 5 പ്രത്യേകത? ഒരു വലിയ പാറ, പർവ്വതം, മല, പാറക്കൂട്ടം. സ്ഥിരത, ഇളകുകയില്ല. സ്ഥിരത, ഉറപ്പ്, അചഞ്ചലത. ഇതാണ് പാറയുടെ 1ാമത്തെ പ്രത്യേകത. 2, പാറയ്ക്ക് വ്യവസ്ഥയില്ല. മഴ വന്നാലും ഇരിക്കും, വെയിൽ വന്നാലും ഇരിക്കും, ഒരു വ്യവസ്ഥയുമില്ല. 3, പദ്ധതി. ദൈവം പാറയെ പ്രകൃതി വെച്ചിരിക്കുന്ന പദ്ധതി പ്രകാരമാണ്. അതുകൊണ്ടാണ് പാറമടകൾ നശിപ്പിക്കരുത്, പാറക്കൂട്ടങ്ങൾ വെടിവെച്ച് തകർക്കരുതെന്ന് പറയുക. അത് പോകുമ്പോൾ ചൂട് പെരുകും, ഉറവ പറ്റും, ഭൂമി ഒത്തിരി ചൂടുള്ളതായിട്ട് മാറും. 4, പരിപാലന. പാറ പരിപാലിക്കുകയാണ് പർവ്വതങ്ങൾ. വിന്ധ്യനും സഹിനുള്ളതുകൊണ്ട് മഴ കിട്ടുന്നു, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു, ശക്തമായ തമിഴ്നാട്ടിലെ ചൂടുകാരനെ തടഞ്ഞു നിർത്തുന്നു. ഒരു പരിപാലനയുടെ ഭാഗമാണ്. 5, വ്യക്തിപരം. ഏത് കള്ളനും ഏത് പുണ്യവാളനും പാറയുടെ കീഴിൽ ഒരേ സംരക്ഷണം. ഒരു വലിയ പാറ ചെരിഞ്ഞിരിക്കുമ്പം ഏത് തെമ്മാടിക്കും ഏത് പുണ്യവാളനും ഒരുപോലെ കയറിയിരിക്കാം. 100 പേർക്കും ഒരേ സംരക്ഷണം. വ്യക്തിപരം. ദൈവത്തിൻ്റെ അഭയശിലയായ ദൈവത്തെ അഭയശില പാറയെന്ന് വിളിക്കുന്നു. പാറയുടെ 5 സ്വഭാവം ദൈവം കാണിക്കുന്നുണ്ടാണ്. ഞാൻ പാറയിലേക്ക്, പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്നാണ് പറയുക. ദൈവത്തിൻ്റെ സ്നേഹത്തിനുള്ള 5 പ്രത്യേകത. 1, സ്ഥിരത. യേശയ്യാവിൻ്റെ പ്രവചനം 54-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം എന്നും നിന്നോടുകൂടിയുണ്ട്. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം എന്നും നിന്നോടുകൂടെ. യേശയ്യ 54, 10 മുതൽ 12 വരെ വാക്യങ്ങൾ. ദൈവത്തിൻ്റെ സ്നേഹം പാറ പോലെ നല്ല അചഞ്ചലമാണ്, ഇളക്കമില്ലാത്തതാണ്, അചഞ്ചലമാണ്. അതിന് 100 ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നു. കള്ളുകുടിയനായ ഭർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ മാറി വരുമെന്നോർത്ത് കരുതലോടെ ഇരിക്കുന്ന ഭാര്യ, ഒഴപ്പിപ്പോയ മക്കൾ നേരെ വരുമെന്നോർത്ത് കാത്തിരിക്കുന്ന മാതാപിതാക്കൾ, പഴിച്ചുപോയ ഒരു കുഞ്ഞാട് സഭയിലേക്ക് വരുമെന്നത് കാത്തിരിക്കുന്ന ഒരു പുരോഹിതൻ, മന്ദബുദ്ധിയായ കുഞ്ഞിന് വേണ്ടി, ഓട്ടിസം ബാധിച്ച മക്കൾക്ക് വേണ്ടി അവധിയെടുത്ത് കാവലിരിക്കുന്ന അമ്മ, അപ്പൻ. ഇതെല്ലാം അചഞ്ചലമായ സ്നേഹത്തിൻ്റെ പ്രതീകം. ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അടുത്തുള്ള മുടിയൂർക്കര പള്ളിയിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഡോക്ടർമാർ അവരുടെ ക്വാർട്ടേഴ്സ് വെഞ്ചരിക്കാൻ എന്നെ വിളിച്ചുകൊണ്ട് ചെന്നു. ഒരു വീട്ടിൽ ചെല്ലുമ്പോഴുണ്ട് പ്രശസ്തയായ ലേഡി ഡോക്ടർ 3 വർഷമായി അവധിയിലാണ്. 3 വർഷമായി അവധിയിലാണ്. അവരുടെ ഭർത്താവ് വലിയൊരു എഞ്ചിനീയറാണ്. വീടിൻ്റെ മതിലിന് മുകളിലേക്ക് കൊങ്ങിണിച്ചെടിയും കമ്മ്യൂണിസ്റ്റ് പച്ചയും കാട്ടുവള്ളിയും പടന്നു കയറിയപ്പോൾ മതിലിനകത്തൊരു മേശയിട്ട് മേശപ്പുറത്തൊരു സ്റ്റൂളിട്ട് സ്റ്റൂളിലേക്ക് ഇരുന്ന് വാക്കത്തേക്ക് വെട്ടി പോയതാ. അങ്ങനെ വെട്ടിപ്പോയപ്പോൾ സ്റ്റൂൾ തന്നെ താഴെ വീണു, പെടലി ഒടിഞ്ഞ് കിടക്കുക. 3 വർഷമായിട്ട് കഴുത്തിന് താഴത്തേക്ക് തളർന്നുപോയി.
ഭാര്യ തുണി വെള്ളത്തിൽ മുക്കി ഉച്ചി മുതൽ ഉള്ളംകാലി വരെ തുടച്ചു കൊടുക്കുന്നു. ട്യൂബിലൂടെ പാലും ജ്യൂസും പഴച്ചാറും പകർന്നു കൊടുക്കുന്നു. ഞാൻ ചോദിച്ചു, എത്ര നാൾ ഇങ്ങനെ? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ കാവലിന് ദൈവം തന്നതാ. ദൈവം തീരുമാനിക്കുന്ന നാൾ വരെ ഇങ്ങനെ. മലകളകന്നാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും അചഞ്ചലമായ സ്നേഹത്തിൻ്റെ 100 മുദ്രകൾ ദൈവം നമ്മുടെ ചുറ്റും വെച്ചിട്ടുണ്ട്. ആ ഓരോ സ്നേഹവും നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം, മാറ്റമില്ലാത്ത കരുതൽ. 2, വ്യവസ്ഥയില്ല. മഴയത്തും വെയിലത്തും ഒരുപോലിരിക്കുന്ന പാറ. ഏത് മഴയത്തും വെയിലത്തും അതൊരുപോലിരിക്കും, ഒരു വ്യവസ്ഥയില്ല. ദൈവം ഇങ്ങനെ കള്ളനെയും സ്നേഹിക്കും, പുണ്യാളിനെയും സ്നേഹിക്കും, തെമ്മാടിയെയും സ്നേഹിക്കും, നല്ലവരെയും സ്നേഹിക്കും, എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥയില്ലാത്ത ഒരു സ്നേഹം. ഈ സ്നേഹത്തെയാണ് തിരുവചനം നമ്മളെയൊക്കെ പഠിപ്പിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യം. ലൂക്കോസ് 15:20 വ്യവസ്ഥയില്ലാത്ത സ്നേഹം. ഒളിച്ചുപോയ മോൻ തിരിച്ചു വരുന്ന കാത്തു നിൽക്കുന്ന അപ്പനെ കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് 15:20 ഒറ്റ വാക്യത്തിൽ 5 ക്രിയകൾ. ബൈബിളിൽ സാധാരണ ഒരു വാക്യത്തിൽ 1-2 ക്രിയകൾ. പക്ഷെ ലൂക്കോസ് 15:20 ഒറ്റ വാക്യത്തിൽ 5 ക്രിയകൾ. പിതാവ് അവനെ ദൂരെ വെച്ച് തന്നെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഒരു വ്യവസ്ഥയുമില്ല. വരുന്ന പന്നിക്കുഴിയിൽ നിന്ന് ദേഹത്ത് ചെളിയും ചേറും ദുർഗന്ധവും. അപ്പന് വേണേ പറയാം, മോനെ ഇത് പിയേഴ്സിന്റെ സോപ്പ് തേച്ച് കുളിച്ചിട്ട് വാ, നല്ല മണമുണ്ടെങ്കിൽ ഉമ്മ തരാം എന്നല്ല. പിന്നെയോ കെട്ടിപ്പിടിച്ചിട്ട് മൂർത്താവിൽ മുത്തമിടുക ചെളിയോടുകൂടി. ഞാൻ പാപിയാണേലും പരിശുദ്ധനാണേലും സമ്പന്നനാണേലും ദരിദ്രനാണേലും സൽപ്പേരാണെങ്കിലും ദുഷ്പേരാണെങ്കിലും രോഗമുണ്ടെങ്കിലും സൗഖ്യമുണ്ടെങ്കിലും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ ദൈവം മാത്രം. വ്യവസ്ഥയില്ലാത്ത സ്നേഹം. ക്രിക്കറ്റ് താരം ശ്രീശാന്ത് കോഴ വിവാദത്തിൽപ്പെട്ട് ഡൽഹി തീഹാർ ജയിലിൽ കിടക്കുമ്പോൾ അതേ ദിവസം ജയിലിന് നേരെ വാതിക്കലുള്ള ഹരിനഗർ പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കുകയാണ്. ഫരീദാബാദ് രൂപതയുടെ ഹരിനഗർ പള്ളി. ഞാൻ നോക്കുമ്പോഴുണ്ട് സിസ്റ്റേഴ്സും അച്ഛന്മാരും പ്രാർത്ഥനയിൽപ്പെട്ട ചില ആൾക്കാരുമൊക്കെ എന്നും വൈകിട്ട് 5 മണിക്ക് ജയിലിൽ പോവും, 6:30 വരെ. കിരൺ ബേദി തീഹാർ ജയിലിന്റെ ചാർജ് ആയപ്പോൾ സമ്മതിച്ചതാണ്. ക്രിസ്തീയ പുരോഹിതന്മാർക്കും സമർപ്പിതർക്കും ആത്മായ പ്രേക്ഷിതർക്കും ജയിലിൽ പോയി പ്രാർത്ഥിക്കാൻ ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടി. ഇങ്ങനെയുള്ളവർ പോയി പ്രാർത്ഥിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞ് ഈ ശ്രീശാന്ത് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത് സമ്പൂർണ്ണ ബൈബിൾ മാറോട് ചേർത്ത് വെച്ചാണ്. അതിൻ്റെ ഫോട്ടോ ഇന്നും ഹരിനഗർ പള്ളിയുടെ പ്രധാന കവാടത്തിൽ കാണാം. ഈ ശ്രീശാന്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കുറ്റക്കാരനെന്ന് ആരോപണവിധനായപ്പോൾ ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരും ഒക്കെ എന്നിൽ നകന്നു പോയപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ വേദപുസ്തകമാണ്. മാറ്റമില്ലാത്ത സ്നേഹം, വ്യവസ്ഥയില്ലാത്ത സ്നേഹം. ഏത് അല്ലലിലും തകർച്ചയിലും ഒക്കെ എന്നെ താങ്ങി നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ 1, അഭയശിലയായ ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത സ്ഥിരമായ സ്നേഹം. 2, വ്യവസ്ഥയില്ലാത്ത സ്നേഹം, പദ്ധതിയുടെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ദൈവം പാറക്കൂട്ടങ്ങളെ വെച്ചിരിക്കുന്ന പദ്ധതിയായിട്ടാണ്. നാടിനെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ മലകളെ ദൈവം വെച്ചിട്ടുണ്ട്. നാടിൻ്റെ ചൂട് ക്രമീകരിക്കാൻ പാറക്കൂട്ടങ്ങളെ വെച്ചിട്ടുണ്ട്. ഉറവക്കണ്ണികളെ ശേഖരിക്കാൻ മൺപുറ്റുകളെയും പാറക്കൂട്ടങ്ങളെയും ഒക്കെ ദൈവം ശേഖരിച്ചു വെച്ചു. ഇതിനെയൊക്കെ നമ്മൾ തകർക്കുമ്പോൾ താളം തെറ്റും. എല്ലാം ഒഴുകുന്ന വെള്ളത്തെ മുഴുവൻ ഒരു സ്ഥലത്ത് കൊണ്ട് കൂട്ടുമ്പോൾ ഭൂമി ഉരുക്കത്തിൻ്റെ സാധ്യത ആരംഭിച്ചു. ഡാമുകൾ ഉയരുമ്പോൾ സൗകര്യം വർദ്ധിക്കുമ്പോഴും പ്രകൃതി മാറുന്നു. അതുകൊണ്ടാണ് ഗാഡ്ഗിൽ കസ്തൂരിഗംഗൻ കമ്മീഷനുകൾ പറയുക, ഭൂമിയെ നശിപ്പിക്കരുത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ജീവിച്ച ഹൈറേഞ്ച് അല്ല ഇന്ന് ചൂട് കൂടുതലാണ്. നാട്ടിലെ ചൂട് അവിടത്തേക്ക് വന്നു തുടങ്ങി. മനുഷ്യൻ മരം വെട്ടി നശിപ്പിച്ചപ്പോൾ, മരങ്ങൾ വെട്ടിമാറ്റുമ്പോൾ ഉറവക്കണിയായ വേരുകൾ ഇല്ലാതാകുന്നു. ഉടനെ ഭൂമിയിൽ ഉറവയില്ലാതെ വരുന്നു. നമ്മളറിയില്ല. വയലുകൾ നിരത്തുമ്പോൾ വെള്ളത്തിന് ഉറവിടമാണ് നഷ്ടപ്പെടുക. നമ്മൾ പള്ളിമുറ്റത്തും വീടിൻ്റെ മുറ്റത്തും പരിസരത്തുമൊക്കെ വെറുതെ ടൈൽസ് ഒട്ടിക്കുമ്പോൾ വെള്ളം താടാനുള്ള സൗകര്യമാണ് നമ്മൾ ഇല്ലാതാക്കുക. എന്നിട്ട് എന്തൊരു കാലാവസ്ഥ, എന്തൊരു ചൂടെന്ന് പറഞ്ഞിട്ട് ഒരർത്ഥവുമില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ കുറ്റം പറയേണ്ടത് കാര്യം ഇരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഒരു പദ്ധതിയുടെ സ്നേഹമാണ്. ദൈവം കരുതുന്നതെല്ലാം ഒരു പദ്ധതി പ്രകാരമാണ്. അപ്പോൾ ആ ഒരു പദ്ധതി, പാറക്കൂട്ടങ്ങളും പർവ്വതങ്ങളും മരങ്ങളും ഒക്കെ പദ്ധതിയുടെ ഭാഗമായി വെച്ചതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിലും ഒരു പദ്ധതിയുണ്ട്. എങ്ങനെയുള്ള പദ്ധതി? ജെറമിയ 29:11.
എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ പദ്ധതി. റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കുന്നു. ഒരു പദ്ധതി. എനിക്കിത് വലിയ ഉറപ്പാ. ഞാൻ എൻ്റെ നാട്ടിൽ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുമ്പം 3 ഐറ്റങ്ങൾക്ക് ആരും എന്നെ തോപ്പിക്കുകയില്ലായിരുന്നു. എനിക്ക് കൃത്യം 1ാം സമ്മാനം കിട്ടുമായിരുന്നു. 1 പ്രസംഗ മത്സരം, 2 കഥാപ്രസംഗ മത്സരം, 3 മോണോ ആയിട്ട്, പിന്നീടത് മിമിക്രി ആയിട്ട് രൂപാന്തരപ്പെട്ടു വന്നു. 10 കഴിഞ്ഞപ്പോൾ അച്ഛനാകാൻ പോകാൻ ആഗ്രഹിച്ചതാ. അമ്മയുടെ എതിര് കാരണം അന്ന് പോയില്ല. പ്രീ ഡിഗ്രി പഠിക്കാൻ വേണ്ടി അന്ന് കോളേജിൽ വിട്ടു. പ്രീ ഡിഗ്രി കാലഘട്ടത്തിലും പ്രസംഗത്തിനും മറ്റും 1ാം സമ്മാനം കിട്ടിയപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇഷ്ടമായി. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ തലപ്പത്തേക്ക് പെട്ടെന്ന് ഉയർന്നു വന്നു. അപ്പം അന്നിങ്ങനെ നടക്കുമ്പം കൂട്ടുകാർ പറയും, ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ പാർട്ടിയുടെ MLA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം, പാർട്ടി പണം മുടക്കും, ഇതുപോലെ പ്രസംഗിച്ചാൽ മതി. എനിക്ക് ഒറ്റ പ്രാർത്ഥനയുണ്ട്, ദൈവമേ പ്രീ ഡിഗ്രി ചെയ്യിപ്പിക്കണം, വക്കീലാക്കണം, എന്നിട്ട് നീ എന്നെ MLA ആക്കണം. കാരണം എൻ്റെ നേതാക്കന്മാർ, എൻ്റെ മൂത്തവരെല്ലാം കോളേജുകളിൽ ലോ പഠിക്കുന്നവരാ. പ്രാർത്ഥന തുടർന്നു, പഠിക്കാൻ മറന്നുപോയി. രാഷ്ട്രീയം കൊണ്ട് പഠനം ഉഴപ്പി. പരീക്ഷ വന്നപ്പം 32 ഹാജരേ ഉള്ളൂ ഒരു വർഷത്തിൽ മൊത്തം. രാഷ്ട്രീയ സ്വാധീനത്തിൽ പരീക്ഷ എഴുതി, മലയാളം മാത്രം ജയിച്ചു. ബാക്കിയെല്ലാം 100ൽ 8, 9, 10 കിടക്കാൻ കഷ്ടപ്പാട്. അത് രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രം. ആ സമയത്ത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ശക്തമായൊരു വിള്ളൽ, ഒരു വിഭജനം. ഇപ്പം ഞാൻ അതോടെ രാഷ്ട്രീയം മനസ്സിൽ മടുത്തു. കാരണം പരീക്ഷയിൽ തോൽവി, കൂട്ടുകാരൊക്കെ 2 അടി രൂപമായിട്ട് തിരിയുന്നു. അപ്പം 2 അങ്കിളുമാർ അച്ഛന്മാരെന്നെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ നിൽക്കേണ്ട, കുറേ നാൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക. അവിടെ ചെന്നു ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അവർ പഠിപ്പിച്ചു. അവിടെയൊക്കെ സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും പ്രവർത്തനം കണ്ടപ്പം വീണ്ടും ആഗ്രഹം, അച്ഛനായ കൊള്ളാം. 980 അവസാനം ഞാൻ കേരളത്തിൽ തിരിച്ചെത്തി. കത്തോലിക്ക സഭയിലെ കപ്പുച്ചിൻ ദേറ, ഇത് സുവിശേഷ പ്രസംഗ സമൂഹമാണ്, വേറെ പ്രസ്ഥാനങ്ങളൊന്നുമില്ല, ധ്യാന പ്രസംഗങ്ങൾ. ഈ സമൂഹത്തിൽ ചേർന്നു 13 വർഷം പഠിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അച്ഛനാകാൻ പട്ടം കിട്ടുക. 980 ചേർന്നു. 993 ഡിസംബർ അവസാനം പട്ടം കിട്ടി. അതിനുശേഷം തിരുവനന്തപുരത്തായിരുന്നു ആദ്യത്തെ അപ്പോയിൻമെൻറ്റ്. കുറേ നാൾ അവിടെ താമസിച്ചപ്പോൾ ഞങ്ങളുടെ അധികാരിയായ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എന്നും പ്രസംഗിച്ച് നടന്നാൽ പിന്നീടൊന്നും പഠിച്ചില്ല എന്ന് മനപ്രയാസം തോന്നിയാലോ, അതുകൊണ്ട് തിരുവനന്തപുരമല്ലേ, എന്തെങ്കിലും കോളേജിൽ പോയി പഠിച്ചു. ഞാൻ പറഞ്ഞു, പണ്ട് വക്കീലായ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്, സഭയ്ക്ക് എതിരില്ലെങ്കിൽ അത് തന്നെ പഠിക്കാനാണ് താല്പര്യം. അങ്ങനെ സഭ അനുവദിച്ചു. 1996 തിരുവനന്തപുരം ലോ അക്കാഡമി ഞാൻ ചേർന്നു. 99 വക്കീലായിട്ട് പുറത്തിറങ്ങി. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ 6 മാസം പ്രാക്ടീസ് ചെയ്തപ്പം ഭരണജ്ഞാന ധ്യാന മന്ദിരത്തിലെ ഒരു അച്ഛൻ മരിച്ചുപോയി. അപ്പം എന്നോട് ചാർജ് എടുക്കാൻ പറഞ്ഞു. 2001 മെയ് 10 ഞാൻ ഭരണജ്ഞാനത്തിൽ ചാർജ് എടുത്തു. പിന്നെ കോടതി പോകാൻ സമയമില്ല. പക്ഷെ എനിക്ക് ഒരുപാട് കുടുംബ കോടതി ജഡ്ജിമാർ സുഹൃത്തുക്കളുണ്ട്, അഡ്വക്കേറ്റ്സുമാർ സുഹൃത്തുക്കളുണ്ട്. പാവപ്പെട്ട പലരുടെയും കേസ് ഞാൻ റെഫർ ചെയ്യാറുണ്ട്. ഞാൻ പറയുന്ന കേസുകൾ വക്കീലന്മാർ ശ്രദ്ധയോടെ എടുക്കാറുണ്ട്. കോടതിയിലും അതിൻ്റേതായ പോസിറ്റീവ് അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ എന്നോട് ചില ആൾക്കാർ, കൂട്ടുകാരന്മാരെ വിളിക്കും പീസില്ല വക്കീൽ. ചില കൂട്ടുകാരന്മാർ നിർദ്ദയം വിളിക്കും അമ്മായിയപ്പൻ അമ്മായിയപ്പൻ. അമ്മായിയപ്പൻ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫാദർ ഇൻ ലോ, തർജ്ജമ ചെയ്യുമ്പം അമ്മായിയപ്പൻ എന്ന് കൂട്ടി വായിക്കാൻ പറ്റും. ഞാനെന്ന് ആഗ്രഹിച്ചത് ലോകത്തിൻ്റെ കോടതിയിൽ കൊലക്കുറ്റം ചെയ്യുന്ന പ്രതിയും കൊണ്ട് ചെല്ലും. എന്നിട്ട് പറയും, ബഹുമാനപ്പെട്ട കോടതി, യുവർ ഓണർ, ഈ നിൽക്കുന്ന എൻ്റെ കക്ഷി ലോലഹൃദയൻ, ഉറുമ്പിനെ പോലും തിരുമ്മിക്കൊല്ലാൻ മനക്കെട്ടിയില്ലാത്തയാൾ കത്തിയെടുത്ത് ഉമ്മ കൊടുത്തപ്പം മൂക്ക് തുളഞ്ഞ് മരിച്ചു പോയതാ, ഇവനെ വെറുതെ വിടണം. തമ്പുരാൻ പറഞ്ഞു, വക്കീലിൻ്റെ കോട്ടല്ല, ഒരു കറുത്ത നൈറ്റി, പുറത്തൊരു വെളുത്ത ചരട്, അതേ 3 കെട്ടും കെട്ടിത്തരും. എൻ്റെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നീ വചനം പറയണം. രാഷ്ട്രീയത്തിൻ്റെ പരിശീലന കളരിയിൽ പ്രസംഗത്തിൻ്റെ മർമ്മങ്ങളും ബാലപാഠങ്ങളും ദൈവം പഠിപ്പിച്ചു വിട്ടത് ഇന്ന് ഇങ്ങനെ സഭയിൽ ഒരു ഉപകരണമാക്കാൻ. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല, നിന്റെ നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ പദ്ധതി എനിക്ക് നിന്നെക്കുറിച്ചുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതി ഞാൻ ഓർക്കുന്നു. കുടുംബ കോടതിയിലെ കേസ് തന്നെ മതി നിങ്ങളെ ദിവസങ്ങളോളം ഒരേ ഇരിപ്പിൽ ഇരുത്തി ധ്യാനിപ്പിക്കാൻ. എന്തെല്ലാം കേസുകളാണ്. അടുത്തിടെ ഞാൻ എൻ്റെ കേസ് തീർത്തത് 301 പവൻ, 35 ലക്ഷം രൂപ, ഒരു സമ്പന്ന വിഭാഗം. 7ാം ദിവസം തമ്മിൽ അകന്നോളാൻ സഭാ കോടതിയും പറഞ്ഞു, കുടുംബ കോടതിയും പറഞ്ഞു. കാരണം ഇവന് ഒരു കുഴപ്പമുണ്ട്. അവൻ്റെ ഉച്ച മുതൽ താടി വരെ അവൻ്റെ ഭാര്യയ്ക്ക് തൊടാം. അവൾ വേറെ എവിടെ തൊട്ടാലും അവൻ്റെ ശരീരം ഫ്രീസറിലെ വെള്ളം പോലെ തണുത്ത് മരവിച്ചു പോകും. അവൾക്ക് ചേട്ടാ ചേട്ടാ എന്ന് തോണ്ടി വിളിക്കണമെങ്കിൽ തവ കൊണ്ടോ സ്പൂൺ കൊണ്ടോ പോർക്ക് കൊണ്ടോ കിള്ളി വിളിക്കണം, വിരൽ കൊണ്ട് തൊടാൻ പറ്റിയില്ല.
10 ദിവസം പറഞ്ഞ് ഞാൻ കേസ് തീർത്തു. അവസാനം 50,000 രൂപയുടെ ഗോതജിൻ്റെ ഒരു അലമാരി അവൾ കൊണ്ടുവന്നതാണ്. അവൻ പറയുന്നു, നിന്റെ ഓർമ്മയ്ക്കായി ഇത് വെച്ചിട്ട് പോകണം. അവൾ പറഞ്ഞു, ഒരു കുടക്കമ്പി പോലും ഞാൻ ഇട്ടിട്ട് പോവുകയില്ല. അവസാനം പറഞ്ഞ് അവനും പറഞ്ഞത് വേണ്ട, അവളും പറഞ്ഞത് വേണ്ട. ഞാൻ ആശ്രമത്തിലേക്ക് പോന്നു. അന്ന് ഞാൻ ഭരണങ്ങാനെത്താ. 1 മാസം കഴിഞ്ഞു. രാവിലെ കാപ്പൂടിയും കഴിഞ്ഞ് പത്രവും വായിച്ച് ചാരികസേരെ കാല് നീടിയിരിക്കുമ്പോൾ എൻ്റെ മുറിയുടെ വാതിക്കൽ ഒരു ശബ്ദം. ഞാൻ നോക്കുമ്പം ഒരു ചെറിയ മിനി ലോറി എൻ്റെ മുറിയുടെ വാതിക്കൽ. ലോറിയുടെ പുറത്ത് ഗോതജിൻ്റെ അലമാര, പെണ്ണിൻ്റെ അപ്പൻ, 3 ചുമട്ടുകാർ. ഞാൻ ചെയ്തന്നെ, അച്ഛൻ പ്രതിഫലമൊന്നും മേടിക്കാതെ ഞങ്ങളുടെ കേസ് തീർത്തതല്ലേ, അലമാരി അവനും വേണ്ട അവക്കും വേണ്ട, അച്ഛൻ ഇരിക്കട്ടെന്നും പറഞ്ഞ് അത് ഇറക്കി വെച്ചിട്ട് പോയി. ഇന്ന് ഭരണങ്ങാനും തേരായിൽ എൻ്റെ കൂടെയുള്ള അച്ഛന്മാർ കുർബാനക്കുപ്പായം തൂക്കുന്ന അലമാരി അച്ഛനായി എനിക്ക് ഡൈവോഴ്സിന് കിട്ടിയ ആദ്യത്തെ പീസാണ്. ഇപ്പോൾ 100 അനുഭവങ്ങളുമുണ്ട്. ഇപ്പോൾ ദൈവം നടത്തുന്ന വഴികൾ. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല, നന്മയ്ക്കുള്ള പദ്ധതി. ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായൊരു പദ്ധതി. ഇപ്പോൾ 1, ദൈവത്തിൻ്റെ സ്നേഹം, സ്ഥിരമായ സ്നേഹം, പാറ പോലെ ഉറച്ചത്. 2, പാറ പോലെ വ്യവസ്ഥയില്ലാത്തത്. 3, പാറക്കൂട്ടം പോലെ പദ്ധതിയുടെ സ്നേഹം. 4, ദൈവത്തിൻ്റെ സ്നേഹം പരിപാലിക്കുന്ന സ്നേഹമാണ്. ഹിമാലയ പർവ്വതം ഇന്ത്യയെ പരിപാലിക്കുന്നു. വിന്ധ്യപർവ്വതം, സഹ്യപർവ്വതം നമ്മളെ പരിപാലിക്കുന്നു. ആൽപ്സ് പർവ്വതത്തിൻ്റെ പാറക്കൂട്ടങ്ങൾ യൂറോപ്പിനെ പരിപാലിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പരിപാലിക്കുന്ന സ്നേഹമാണ്. എങ്ങനെ പരിപാലിക്കും? ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ. ആവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിൽ 10 മുതൽ 12 വരെ വാക്യം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി. അവിടെയാണ് പറയുക, തള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. തള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. കൂടിന്മേൽ ചിറകിട്ടടിക്കുകയും ചിറകിൽ കുഞ്ഞിനെ വഹിക്കുകയും ചെയ്യുന്ന അമ്മക്കഴുകനെ പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. കഴുകനെക്കുറിച്ച് അറിയണം. തള്ളക്കഴുകൻ മുട്ടയിടുന്നത് പർവ്വതത്തിൻ്റെ മുകളിലും വൃക്ഷത്തിൻ്റെ ഉന്നത ശിഖരത്തിലുമാണ്. നല്ല മുള്ളുകൊണ്ടുള്ള വള്ളി പുറത്ത്, അതിനകത്ത് തുണി, പുല്ല്, പഞ്ഞി, മയമുള്ള സാധനം. മുട്ടയിടും. 21 ദിവസം അടയിരിക്കുമ്പോൾ കുഞ്ഞു കഴുകൻ തോട് കൊത്തിപ്പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരും. എങ്കിലും പറക്കാൻ മടിയാ. അപ്പോൾ തള്ളക്കഴുകൻ പറന്ന് നടന്ന് ഭൂമിയിൽ കിട്ടാവുന്ന പോഷകാംശമുള്ള ഭക്ഷണം മുഴുവൻ ശേഖരിച്ച് വായിൽ വെച്ച് ചവച്ചരച്ച് ജ്യൂസ് പോലാക്കും. കുഞ്ഞിൻ്റെ ചുണ്ട് അമ്മയുടെ വായിൽ കയറ്റി വെച്ചിട്ട് ഓസിലൂടെ വെള്ളം വിടുന്ന പോലെ കുഞ്ഞിലേക്ക് ഭക്ഷണം പകർന്നു കൊടുക്കും. 40 ദിവസം കഴിയുമ്പം മേനി മുഴുക്കും, പപ്പ് മുളയ്ക്കും, ചിറ കുറയ്ക്കും. കുഞ്ഞിന് പറക്കാൻ മടിയാ. അമ്മയുടെ വായിൽ നിന്ന് വലിച്ചു കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ തള്ളക്കഴുകൻ ഇരുമ്പ് പോലെ ബലമുള്ള ചുണ്ടുകൊണ്ട് കുഞ്ഞിനെ കൊത്തിയെടുത്തിട്ട് ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് പറന്നു വരും. അങ്ങ് മോളിൽ ചെന്ന് ചുണ്ടേന്ന് ഒറ്റ കുടച്ചിൽ, ചുണ്ടേന്ന് പിടിവിടുന്ന കുഞ്ഞ് തലയും കുത്തി താഴോട്ട് വീഴുന്ന വഴിക്ക് കുഞ്ഞു കഴുകൻ ഓർക്കും, ഓ വളർത്തിയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ആ പണി തന്നെ ഈ പണി എന്നും പറഞ്ഞ് തലയും കുത്തി വീഴുമ്പോൾ കുഞ്ഞു കഴുകൻ്റെ 10 ഇരട്ടി വേഗത്തിൽ തള്ളക്കഴുകൻ താഴത്തേക്ക് ഊളിയിട്ട് പറന്നിറങ്ങും. വിസിരി പോലെ വിശാലമായ ചിറക് മുറം പോലെ വിരിച്ചു പിടിക്കും. തലയും കുത്തി വീഴുന്ന കുഞ്ഞു കഴുകൻ അമ്മയുടെ ചിറകല വീഴുക. 8-10 പ്രാവശ്യത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ അമ്മയ്ക്കൊപ്പമോ അമ്മയേക്കാൾ വേഗത്തിലോ കുഞ്ഞു കഴുകൻ പറക്കാനും വായുവിൽ പതയ്ക്കാനും പഠിക്കും. ഇങ്ങനെയാ തള്ളക്കഴുകൻ അതിന് കുഞ്ഞു കഴുകനെ പറക്കാൻ പഠിപ്പിക്കുക. ഇതുപോലെ ദൈവം നമ്മളെ വീഴിക്കും, എഴുന്നേൽപ്പിക്കും, കരയിപ്പിക്കും, ചിരിപ്പിക്കും, തളർത്തും, ഉയർത്തും. ഇതിലൂടെ ദൈവം നമ്മളെ പരിപാലിക്കുന്നു. ചില നൊമ്പരങ്ങളും വേദനകളും വരുമ്പം എല്ലാം തീർന്നുപോയി എന്ന് നമ്മൾ ആരും കരുതിയേക്കരുത്. അതിൻ്റെ പുറകെ ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനയുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ദുബായിൽ YMCAക്കാരെ ധ്യാനിപ്പിക്കുമ്പോൾ തിരുവല്ല അടുത്ത് ഓച്ചിറ സ്വദേശിയായ വർഗീസ് പാപ്പച്ചൻ എന്ന ഒരു മനുഷ്യനെ കണ്ടു. 45ഓളം വയസ്സ് പ്രായമുള്ള വർഗീസ് പാപ്പച്ചൻ. അപ്പം ഞാൻ അവിടെ കണ്ടൊരു കാഴ്ച, ഈ മനുഷ്യൻ ഒത്തിരിയേറെ തകർച്ചയിലൂടെ കടന്നുപോയ ആളാണ്. ഷാർജയിൽ നല്ലൊരു കമ്പനി ജോലിയാണ്. ആ ജോലിയുടെ മടുക്കലാണ് കമ്പനി പൂട്ടിപ്പോയി. ഭാര്യയും 4 വയസ്സുള്ള മോനെയും തിരിച്ച് നാട്ടിലേക്ക് വിടും. നാട്ടിൽ അമ്മ, അപ്പൻ, പെങ്ങൾ, ഇവരുടെയൊക്കെ ഉത്തരവാദിത്വം ഇവൻ്റെ ഇല്ല. 3 മാസം കൂടെ നിൽക്കാം, അത് കഴിഞ്ഞ് വേറെ ജോലി കണ്ടുപിടിച്ചെങ്കിൽ പൊക്കോണം. കമ്പനി അങ്ങനെയാണ് നിയമം പറഞ്ഞത്. പ്രാർത്ഥന, കുരിശുരൂപം, വേദപുസ്തക വായന, കുർബാന, ദേവാലയം, അങ്ങനെ മനുഷ്യൻ കഴിച്ചു കൂട്ടി. പലരോടും കടം മേടിച്ചു. അവസാനമായപ്പോൾ ഇവൻ്റെ ഫോൺ നമ്പർ കാണുമ്പോൾ ആൾക്കാർ ഫോൺ എടുക്കാതെ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് തുടങ്ങി. പൈസ ചോദിക്കാനാണെന്നറിയാം. ഒരു ദിവസം അമ്മയുടെ അനീതിയുടെ മകൾ അല്പം പൈസ കൊടുത്തിട്ടൊരു KFC കോഴി വറുത്തത് 2 പാഴ്സൽ, ഒന്ന് നമുക്കും മക്കൾക്കും, ഒന്ന് ഇവന്.
മേടിച്ചോളാൻ പറഞ്ഞു. ഇവൻ ചെല്ലുമ്പോൾ ആ കടയിൽ 15ഓളം പേരുടെ ഒരു ക്യൂ. ഒരറബി നീണ്ട ജൂബായും പൈജാമയും ധരിച്ച അറബി കോഴി വറുത്തത് മേടിച്ചിട്ട് നോട്ട് കൊടുത്തു. ബാക്കിയിട്ട് ചില്ലറ പൈസ പോക്കറ്റിലിട്ടു. പോക്കറ്റിലിട്ടപ്പോൾ ഒരു തൊട്ട് താഴെ വീണു. ഉരുണ്ട് വന്ന് ഏറ്റവും പുറകെ നിൽക്കുന്ന വർഗീസ് പാപ്പച്ചൻ്റെ ഇടയിൽ അത് മുട്ടി നിന്നു. അവൻ ആ നാണയത്തോടെ എടുത്തുകൊണ്ടുവന്ന് അറബിക്ക് കൊടുത്തു. അറബി നാണയത്തോടെ മേടിച്ച് വെച്ചിട്ട് താങ്ക്സ് പറഞ്ഞു. അത് കഴിഞ്ഞ് അറബി അവൻ്റെ പാഴ്സലുമായിട്ട് പോയി. കുറെ കഴിഞ്ഞ് വർഗീസ് പാപ്പച്ചൻ ഇവൻ്റെ പാഴ്സലുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അറബി തുറന്ന ജീപ്പിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇവനെയും നോക്കി ഇരിപ്പുണ്ട്. അടുത്തേക്ക് വിളിച്ചു. ഏത് നാട്ടുകാരനാ? അപ്പനുണ്ടോ, അമ്മയുണ്ടോ, ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, ജോലിയുണ്ടോ? കുശലാന്വേഷണം കിട്ടി. ഇവനങ്ങ് കരഞ്ഞുപോയി. ദാരിദ്ര്യത്തെ നടുവില്ല. ഫോൺ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞ കരയൊന്നും വേണ്ട, നിനക്ക് അത്യാവശ്യം വരുമ്പം എന്നെ വിളിച്ചോളാൻ പറഞ്ഞു. അയാൾ വണ്ടി ഓടിച്ചു പോയി. വർഗീസ് പാപ്പച്ചൻ വീട്ടിലേക്കും പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴേ വർഗീസ് പാപ്പച്ചന് അത്യാവശ്യമായി തുടങ്ങി. ഉടനെ വിളിച്ചു വരാൻ പറഞ്ഞു. ചെന്നപ്പം കാണുന്നത് ഷാർജ പോലീസിലെ DGPയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഈ മനുഷ്യൻ. ഇയാൾ പറഞ്ഞു, ഉരുണ്ടി എന്ന നാണയം എനിക്ക് എടുത്തു തന്നിവൻ സത്യസന്ധനാണ്. ഷാർജ പോലീസിൽ തന്നെ ഒരു ജോലി കൊടുക്കണം. രാജ്യത്തിന് നിയമങ്ങൾ അനുശാസിക്കുന്നില്ല. 6 മാസം കൊണ്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഈ വർഗീസ് പാപ്പച്ചനെ ഷാർജ പോലീസിലെടുത്തു. ഇന്ന് ജയിൽ പുള്ളികളുടെ മേൽനോട്ടമുള്ള പോലീസുകാരെ, ഡ്രൈവിംഗ് ലൈസൻസ് ഹിസ്റ്ററികൾ പരിശോധിക്കുന്നയാൾ. ഇവൻ പറഞ്ഞാ ഒന്നുമില്ലാതെ അലഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം മനസ്സിലാക്കിയില്ല. പക്ഷെ നാളുകൾക്ക് ശേഷം എൻ്റെ മനസ്സിന് ബലമായി ശക്തിയായി ഒരു നാണയത്തുട്ടിൻ രൂപത്തിൽ ഉരുണ്ടുരുണ്ട് വന്ന് എനിക്ക് ജോലി മേടിച്ചു തന്ന ദൈവത്തിൻ്റെ പരിപാലനെ ഞാൻ ഓർക്കുന്നു. തകർച്ചകൾ, നൊമ്പരങ്ങൾ, വേദന വരുമ്പം നിരാശപ്പെടരുത്, നീറരുത്. അതിൻ്റെയൊക്കെ പുറകിൽ ദൈവത്തിൻ്റെ പരിപാലനം ഓർക്കുക. ചിന്തകളെ അവസാനിപ്പിക്കാം. 5, ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിപരമാണ്. ദൈവം നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. എന്താണ് വ്യക്തിപരമായ സ്നേഹം? ലൂക്കോസ് സുവിശേഷം 12:22 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ തലയിലെ ഓരോ മുടിനാരും ഞാൻ എണ്ണിയിരിക്കുന്നു. ഞാനറിയാതെ കിളിർക്കുകയില്ല, ഞാനറിയാതെ കൊഴിയുകയില്ല. ദൈവം എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഇത്രയും പേര് പള്ളിക്കകത്തും പരിസരത്തുമായിട്ടിരിപ്പുണ്ട്. എല്ലാവരുടെയും മൂക്കൊരിടത്ത്, കണ്ണൊരിടത്ത്, ചെവിയൊരിടത്ത്, ചൊടിയൊരിടത്ത്. പക്ഷെ ഒരാളെ പോലെ മറ്റൊരാളില്ല. തികച്ചും വ്യത്യാസം. ഞാൻ 2007 മാർച്ച് വരെ ഓർക്കുമായിരുന്നു. ചൈനക്കാരും ജപ്പാക്കാരും കൊറിയക്കാരും എങ്ങനെ പെമ്പർനോതിയെ തിരിച്ചറിയും, കെട്ടിയവനെ തിരിച്ചറിയും. എല്ലാവരും നോക്കിയാലും ഉണങ്ങിയ മുള്ളംകുറിച്ച് പോലെ ചളുങ്ങി പരന്ന് പതുങ്ങിയിരിക്കുന്നു. ഞാൻ സിംഗപ്പൂരിലും ബാങ്കോക്കിലും 3 ആഴ്ചക്കാലം എന്നെ ക്ലാസ്സിലെടുക്കാൻ കൊണ്ടുവന്നു. അവിടെ വെച്ചാൽ മനസ്സിലായത്, ചൈനക്കാരാണോ കണ്ണിന് ചുറ്റും മഞ്ഞ നിറം കൂടുതൽ, ജപ്പാൻകാരാണോ പുരിയത്തിനേറ്റം വളഞ്ഞിരിക്കും, കൊറിയക്കാരാണോ പുരിയത്തിനേറ്റം പൊങ്ങിയിരിക്കും. എന്തെങ്കിലും വ്യത്യാസം ഓരോരുത്തർക്കും വെച്ചിട്ടുണ്ട്. ചിലർ വിരൽ പൊക്കി പിടിക്കുമ്പോൾ നടുക്ക് വിശാലമായൊരു വിടവ്. നമ്മൾ പറയും, അയ്യോ പാവം, ഒരു കാശ് പോലും കയ്യിൽ ഇരിക്കുകയില്ല, മുഴുവൻ ചോർന്നു പോകുമല്ലോ. ചില ആൾക്കാർ വിരൽ പൊക്കി പിടിച്ചാൽ രാംകോ സിമെന്റ്, ചെട്ടിനാട്, ACC, അംബുജ, ഡാൽമിയ, ശങ്കർ, മലബാർ സിമെന്റ് എല്ലാം തേച്ചതുപോലെ മുട്ടുസൂചി മണിക്ക് പോലും കടക്കാൻ പറ്റിയല്ല. നമ്മൾ പറയും പിശുക്കാൻ പിശുക്കി, ഒരു കാശ് പോലും ചിലവാക്കത്തില്ലല്ലോ. ഇനി കയ്യിലെ രേഖകൾ വ്യത്യാസം. എല്ലാ കയ്യിലെയും രേഖകൾ ഒരുപോലെയാണെങ്കിൽ പാവപ്പെട്ട കൈനോട്ടക്കാരൻ്റെ വയറ്റിപ്പഴപ്പ് എങ്ങനെ നടക്കും? കൈനോട്ടക്കാരൻ കയ്യെ പിടിച്ച് നോക്കിയിട്ട് പറയും, സഹോദര സഹോദരി, സകലമാന രേഖകളും കാണുന്നു. ആയുർരേഖ, വിദേശരേഖ, ആരോഗ്യരേഖ, ആത്മീയ രേഖ, സാമ്പത്തിക രേഖ, ഭൂമധ്യരേഖ, എല്ലാ രേഖയും ഞാൻ ഇവിടെ തന്നെ കാണുന്നു. സകല മണ്ഡലങ്ങളും മോശം. വ്യാഴമണ്ഡലം, ശുക്രമണ്ഡലം, ചൊവ്വാമണ്ഡലം, നിയോജക മണ്ഡലം എല്ലാം മോശമാണല്ലോ. വ്യാഴം കമന്ന് കിടക്കുന്നു, വെള്ളി മലന്ന് കിടക്കുന്നു, ശനി കുനിഞ്ഞു നിൽക്കുന്നു, ഞായർ ഞെളിഞ്ഞു നിൽക്കുന്നു. ഇത്രയും ഭാഗത്താണ് പ്രകടനം. ചില അവന്മാർ TV-യിൽ വാരബലം പറയുന്ന കാണാം. എന്താ പറയുക? ഭരണി നാളി പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം അടുത്ത ഒരാഴ്ചക്കാലം മാങ്ങ ഉപ്പിലിടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മുഖം പോലെ മുഖമില്ല, സ്വരം പോലെ സ്വരമില്ല, കൈരേഖ പോലെ കൈരേഖയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് അനശ്വരമായി ഒഴുകുന്നു. അനുഭവിക്കാൻ നമുക്ക് ചില തടസ്സങ്ങളുണ്ട്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കാനഡയിലെ ടൊറോണ്ടോയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പം നയാഗര വെള്ളച്ചാട്ടം ഒന്ന് കാണണം. എൻ്റെ കസിൻ്റെ ഫാമിലിയോട് ചേർന്ന് ഞാൻ നയാഗര കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ ആഗ്രഹം, കയ്യിൽ കരുതിയ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരു കുപ്പി വെള്ളം നയാഗര വെള്ളച്ചാട്ടത്തിൽ പിടിക്കണം. കാറിൻ്റെ ചില്ല് താഴ്ത്തു, കുപ്പി നീട്ടിപ്പിടിച്ചു. നിരവധി വണ്ടികൾ നിർത്താതെ ഹോണടിച്ചപ്പോൾ വണ്ടി മുമ്പോട്ടെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഒരു ശാന്തമായ സ്ഥലത്തിയെന്നു. അപ്പോൾ ആഗ്രഹം, പിടിച്ച വെള്ളത്തിൽ കൂടി കുറേ കുടിക്കണം. ഞാൻ കുപ്പി എടുത്ത് ചുണ്ടോടടുപ്പിച്ചു. ഞെട്ടിപ്പോയി. ഒരു തുള്ളി വെള്ളം പോലും വായി വീഴുന്നില്ല. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് പിടി കിട്ടിയത്. വെപ്രാളത്തിനും വേവലാതിക്കും ടെൻഷനും ഇടയിൽ
മുഴുത്ത പ്ലാസ്റ്റിക് കുപ്പി നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ കാണിച്ചപ്പം അടപ്പ് വരാൻ മറന്നുപോയി. ഇതാണ് പ്രശ്നം. നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ലാത്തതല്ല, കുപ്പിയുടെ അടപ്പ് വരാഞ്ഞതാ പ്രശ്നം. ദൈവസ്നേഹം മലവെള്ളപ്പാച്ചിൽ പോലെ നമ്മിലേക്ക് ഒഴുകുമ്പോൾ അനുഭവിക്കാനുള്ള തടസ്സം നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തിന്മകൾ, അത് അടപ്പിടതെ മുറുക്കി വച്ചിരിക്കുന്നു. അത് ഓരോന്നോരോന്ന് തിരുത്തുമ്പോൾ, ദൈവത്തോടും മനുഷ്യനുള്ള ബന്ധങ്ങളിൽ തെറ്റുകളെ തിരുത്തി മുന്നേറുമ്പോൾ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ അഭയശിലയായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാഹം നമ്മൾ അനുഭവിക്കും.